ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക സംവാദ പരിപാടി ഇന്ന് എത്തി നിൽക്കുന്നത് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടെ എത്തിയിരിക്കുന്ന ജനപ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും സ്വാഗതം. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഭരണസമിതിയിൽ നിന്നും UDF MP ജോസഫ്. സ്നേഹത്തോടെ സ്വാഗതം. പ്രതിപക്ഷ നേതൃത്വം സന്തോഷ് കോരപ്പിള്ള, സ്വാഗതം. UDF പ്രതിനിധി സിജുമോൻ ജോസഫിന് സ്വാഗതം. LDF പ്രതിനിധി ടോമി കെ തോമസ്, സ്വാഗതം. BJP പ്രതിനിധി ഷൈബി തോമസ്. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ ആരംഭിക്കുകയാണ്. ഭരണസമിതിയിൽ നിന്നും എത്തിയിരിക്കുന്ന MP ജോസഫിനോടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നിങ്ങളുടെ ഭരണസമിതിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചു? പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞ എത്രത്തോളം കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്? നിങ്ങളുടെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? വളരെയേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് സമൂഹത്തിൻ്റെ ഇലഞ്ഞിയുടെ അടിസ്ഥാനപരമായ വികസന മേഖലയിൽ വളരെയേറെ നിർണായകമായ കാര്യങ്ങൾ നടത്തുവാൻ സാധിച്ച ഒരു ഭരണസമിതിയാണ് കടന്നു പോകുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ അറിവിലേക്കായി ഏതാനും കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. പശ്ചാത്തല മേഖലയിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 16,93,81,305 രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. സേവന മേഖലയിൽ അതുപോലെ തന്നെ 32,35,00,000 രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇലഞ്ഞി പഞ്ചായത്തിൻ്റെ 13 വാർഡുകളിലും വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ MP ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വഴിവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥാപിച്ചു. ഇത് ഞാൻ പൊതുവായിട്ട് സേവന മേഖലയിലും പശ്ചാത്തല മേഖലയിലും ഉൽപ്പാദന മേഖലയിലും നടപ്പിലാക്കിയ പദ്ധതികളെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് കടക്കുവാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ വീടില്ലാത്തവരുടെ കടന്നു വന്ന ഞങ്ങളുടെ അവസരം എന്ന് പറയുന്നത് ഇലഞ്ഞി പഞ്ചായത്ത് ഭരണസമിതി 2020 കടന്നു വന്നപ്പോൾ കൊറോണയുടെ ഭീതിയിൽ ആണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കടന്നു വന്നത്. ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒത്തിരിയേറെ കൊറോണയുടെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്ന സമയത്ത് പോലും ജനങ്ങളുടെ ആരോഗ്യം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ ശരിയായ ദിശയിൽ ഇലഞ്ഞിയിലെ ആരോഗ്യരംഗത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ലൈഫ് ഭവന പദ്ധതിയിൽ ഏതാണ്ട് 132ഓളം വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ മാത്രം പൂർത്തിയാക്കുവാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. PMAY പദ്ധതിയിൽ 32 വീടുകൾ ഞങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. അതോടൊപ്പം നമ്മുടെ 13 വാർഡുകളിലെമ്പാടുമായിട്ട് ഏതാണ്ട് 30,000 മുതൽ 40,000 രൂപ വരെ സഹായം ചെയ്തുകൊണ്ട് 250 വീടുകളുടെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതിലൊക്കെ ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയട്ടെ, നമ്മുടെ ഇലഞ്ഞി എന്ന് പറയുന്നത് കാർഷിക മേഖലയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്, കാർഷിക മേഖലയിലെ വിലയിടിവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കാർഷിക വിപണി, ഇവിടുത്തെ നിസ്വാർത്ഥരായ ഒരു കൂട്ടം ആളുകളുടെ സഹായത്തോടു കൂടി ഒരു വലിയ കാർഷിക വിപണി കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഏതാണ്ട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന ഒരു കാർഷിക വിപണി ഇലഞ്ഞിയിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് ഏറ്റവും ശക്തമായ നടപടി സ്വീകരിച്ച ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണിത്. ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ഷെഡ് ഉൾപ്പെടെ, ഇതിൻ്റെ ഇപ്പറേ കാണുന്ന നമ്മൾ ആ കെട്ടിടം ഉൾപ്പെടെ ഇന്ന് ഈ ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് അടിയന്തരമായിട്ട് നടപ്പിലാക്കിയതിൻ്റെ പേരിലാണ് ഇന്ന് ഈ കാർഷിക വിപണി ഇന്ന് സമീപത്തെ ഏറ്റവും വലിയൊരു കാർഷിക വിപണിയായിട്ട് ഇവിടെ മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇലഞ്ഞി PHCയെ ജില്ലയിലെ 10 മികച്ച ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത PHCകൾ രാമമംഗലമാകട്ടെ, പാമ്പാക്കുടയാകട്ടെ, തിരുമാറയാടെയാകട്ടെ 100-170 OP മാത്രമുള്ളപ്പോൾ ഇലഞ്ഞിയിൽ 370ഓളം OP ആണ് ഒരു ദിവസം ഇവിടുത്തെ ഡോക്ടർമാർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ നൽകുന്ന സേവനത്തിൻ്റെ അതിൻ്റെ ഗുണങ്ങൾ കൊണ്ട് മാത്രമാണ് രോഗികൾ വീണ്ടും നമ്മുടെ ആശുപത്രിയെ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ സമീപ ജില്ലയായ കോട്ടയം ജില്ലയിൽ നിന്ന് പോലും ഇങ്ങോട്ട്
ഇങ്ങോട്ട് രോഗികൾ എത്തുന്നു എന്നുള്ളത് ഇലഞ്ഞിയിലെ ഈ ആരോഗ്യ സംവിധാനത്തിൻ്റെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള FHSCയുടെ മികവ് തന്നെയാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വെൽനസ് സെൻ്ററുകളാക്കി മാറ്റാനായിട്ട് 3 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണുള്ളത്. ഒന്ന് ഇലഞ്ഞി സെൻട്രലിലുള്ളതും ഒന്ന് മുത്തോലപുരത്തെയും ഒന്ന് പെരുമ്പടവത്തെയും. ഇത് 2 ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വെൽനസ് സെൻ്ററുകളാക്കി മാറ്റാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇലഞ്ഞിയിലെ വലിയൊരു പ്രശ്നമായ കുടിവെള്ളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ വലിയൊരു പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടുകൂടി ഇവിടെ നടപ്പിലാക്കിയപ്പോൾ ഇലഞ്ഞി പഞ്ചായത്തിൽ നിന്ന് ആവശ്യപ്പെട്ട 38 കിലോമീറ്ററോളം റോഡുകൾ 96 കിലോമീറ്ററോളം റോഡുകളിൽ 99% റോഡുകളും അവരാവശ്യപ്പെട്ടതനുസരിച്ച് പൈപ്പുകൾ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വിട്ടുകൊടുത്തു. പക്ഷേ ഞങ്ങൾക്ക് നിർഭാഗ്യവശാൽ ഞങ്ങൾ പറയട്ടെ, അവർ ഈ റോഡ് കുത്തിപ്പൊളിച്ച് ഈ പൈപ്പ് ഇട്ടിട്ട് പോയിട്ടല്ലാതെ ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് ആ റോഡ് റീസ്റ്റോർ ചെയ്യാൻ എഗ്രിമെൻറ്റിലുള്ളതാണ്. ഒരു റോഡ് പോലും റീസ്റ്റാർ ചെയ്തു തരാനായിട്ട് സംസ്ഥാന ജലവിഭവ വകുപ്പ് തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യവും കൂടി വളരെ വിഷമത്തോടു കൂടി പറയാനായിട്ട് മാലിന്യ സംസ്കരണം ഞങ്ങൾക്ക് വളരെയേറെ അഭിമാനത്തോടു കൂടി പറയാനായിട്ട് സാധിക്കും. 13 വാർഡുകളിലും ഹരിതകർമ്മ സേനാംഗങ്ങൾ അവർക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷ അതുപോലെ തന്നെ MCFകൾ എല്ലാ വാർഡുകളിലും MCFകൾ ഇതൊരു MCF ആയിട്ട് നമ്മൾ മാറ്റിയെടുത്തിരിക്കുന്നതാണ്. അതോടൊപ്പം നമ്മൾ നമ്മുടെ ബസ് സ്റ്റാൻഡിനുള്ളിലെ വലിയ കെട്ടിടം ഈ പ്ലാസ്റ്റിക്കുകൾ തരംതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി തവണ ക്ലീനിങ് ഡ്രൈവുകൾ ഇവിടെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചു. ടൺ കണക്കിന് കുപ്പിച്ചില്ലും അതുപോലെ തന്നെ പഴയ ചെരുപ്പും ബാഗുകളും അടങ്ങിയ സാധനങ്ങൾ ഞങ്ങളെല്ലാ മെമ്പർമാരും ഇവിടുത്തെ 13 മെമ്പർമാരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഈ ഹരിതകർമ്മസേന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് പറയുകയാണ്. ഓക്കെ, അതിദാരിദ്ര്യം അല്ലെങ്കിൽ ദാരിദ്ര്യ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ദാരിദ്ര്യ മേഖലയുമായിട്ട് 32 അതിദാരിദ്ര്യ കുടുംബങ്ങളെയാണ് നമ്മളിവിടെ തിരഞ്ഞെടുത്തത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഏർപ്പെടുത്തുന്നതിന് സാധിച്ചു. 3 തവണ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ അടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടക്കം ആൾക്കാർ ഇവിടെ വന്ന് സർവേ നടത്തി നമ്മൾക്ക് ക്ലീൻ ചീട്ട് തരികയും അവർക്ക് ആവശ്യമായിട്ട് സർക്കാർ നിഷ്കർഷിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം മരുന്ന് അടക്കമുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ തനത് ഫണ്ടിൽ നിന്ന് ഫണ്ട് എടുത്തുകൊണ്ട് എലിജി ഗവൺമെൻറ് ഡോക്ടറെ അതിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ഞാൻ പറയാം, തിരിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് വീണ്ടും വരാം. പ്രധാനമായിട്ട് ഒരു കാര്യം ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടുത്തെ യുവാക്കളുടെയും ജനങ്ങളുടെയും കുട്ടികളുടെയും പ്രധാന ഒരു ആവശ്യമായിരുന്നു ഇവിടുത്തെ കളിക്കളം. ആ കളിക്കളത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല. ഞങ്ങൾ MVIPയുടെ സ്ഥലം കണ്ടെത്തുകയും ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിലേക്ക് ഇവിടെ MVIPയുടെ പിറവം സെക്ഷൻ ഓഫീസ് മുതലുള്ള ഫയലുകൾ ഞങ്ങൾ കൈമാറി. ഇപ്പോൾ ആ ഫയൽ 2024 ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ മേശപ്പുറത്ത് ആ ഫയലിരിപ്പുണ്ട്. യാതൊരുവിധ നടപടികൾ സ്വീകരിക്കാതെ എങ്കിൽ പോലും MVIPയുടെ സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ റിസ്ക് എടുത്തുകൊണ്ട് അവിടെ ഞങ്ങളൊരു കളിക്കളം പ്രാഥമികമായിട്ടൊരു കളിക്കളം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതും ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. പ്രതിപക്ഷ നേതാവിലേക്ക് വരികയാണ്. 5 വർഷക്കാലം കൊണ്ട് ലൈഫ് ഭവന പദ്ധതി ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് നടത്താനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്ന് പറയുന്നു. ഒട്ടേറെ മികവുറ്റ പ്രവർത്തനങ്ങളുടെ ലിസ്റ്റുകൾ അദ്ദേഹം പറയുകയും ചെയ്തു, നടപ്പിലാക്കിയ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തു. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ ഇവരുടെ ഭരണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതിനിടെ ഈ കളിക്കളത്തിനെ സ്ഥലം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് കളിക്കളത്തിന് വേണ്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ മന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ആരോപണവും കൂടിയുണ്ട്. എങ്ങനെ കാണുന്നു ഇവരുടെ ഈ 5 വർഷത്തെ ഭരണകാലം? ആദ്യമായി ഇവിടെ ഒരു സംവാദ പരിപാടി സംഘടിപ്പിച്ച ദൃശ്യ ചാനലിനെ അഭിനന്ദനം അറിയിപ്പിക്കുന്നു. അതോടൊപ്പം ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണം 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ സാധാരണഗതിയിൽ വിലയിരുത്തപ്പെടുന്നത് എന്ത് ഭാവനാപൂർവമായ ഒരു പദ്ധതിയാണ് എടുത്തു കാണിക്കുവാൻ ഒരു പഞ്ചായത്തിൽ അവതരിപ്പിച്ചതെന്നുള്ളതാണ്. സ്നേഹപൂർവ്വം പറയട്ടെ, ഒരു പദ്ധതി പോലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എടുത്തു പറയാവുന്നതായി ചൂണ്ടിക്കാണിക്കുവാൻ ഇവിടെ ഇല്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം ഞാൻ പറയുകയാണ്. ഉദാഹരണമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇവിടെ അവതരിപ്പിച്ചു, നമ്മളെല്ലാവരും കേട്ടു, ഏറ്റവും മികച്ച പഞ്ചായത്ത് പോലെ നമുക്ക് തോന്നി. പക്ഷേ അതെല്ലാം വെറും കണക്കിലെ കളികളാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ലൈഫ് ഭവന പദ്ധതി എറിഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ പൂർത്തീകരിച്ചിരിക്കുന്നത് 83 വീടുകൾ മാത്രമാണ്. അതിന് തൊട്ട് മുന്നോടിയായി 35 വീടുകളുടെ താക്കോൽ ദാനം നടക്കുമ്പോൾ ഞങ്ങൾ ജനപ്രതിനിധികളായ 3 മെമ്പർമാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു, നമുക്ക് തദ്ദേശ വകുപ്പ് മന്ത്രിയെ വിളിക്കാം, നമുക്ക് ആ മന്ത്രിയെ വിളിച്ച് ചടങ്ങ് നടത്താം. അതിനൊരു കാരണം കൂടിയുണ്ട്. മന്ത്രി വന്നിട്ട് ഇവിടെ ആളാകാനോ ഞങ്ങൾക്ക് ആളാകാനോ ഒന്നുമല്ല. ഒരു മന്ത്രി വന്നാൽ
ഈ തദ്ദേശ വകുപ്പിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് മികച്ച ഒരു പ്രോജക്റ്റ് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഒരു വലിയ നിവേദനം ഈ പഞ്ചായത്തിൻ്റെ കൊടുക്കാൻ പറ്റും. മന്ത്രി അനുഭാവപൂർവ്വം പരിഗണിച്ചാൽ ഒരു പക്ഷേ കോടിക്കണക്കിന് രൂപ ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് വന്നേനെ. അപ്പോൾ എന്താണ് സങ്കുചിതമായ രാഷ്ട്രീയ മനോഭാവം? മന്ത്രി വേണ്ട, ജനപ്രതിനിധികളായ LDFൻ്റെ ഒരാളും വരേണ്ടതില്ല എന്ന് കാണിക്കുന്ന ഒരു മനോഭാവമാണ് ലൈഫ് ഭവനത്തിൽ ഇവർ കാണിച്ചത്. പിന്നെ ജലജീവൻ പദ്ധതി നമുക്കറിയാമല്ലോ. ജലജീവൻ പദ്ധതി എറിഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും വീടുകളിൽ ശുദ്ധജലം എത്തിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങിയ പദ്ധതിയാണ്. 2018 തുടങ്ങിയ പദ്ധതി 2024 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞ പദ്ധതി കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയാതെ പോകട്ടെ. നമുക്കറിയാമല്ലോ, ഈ തൊട്ടപ്പുറം ഈ പാടത്ത് കൊണ്ടിറങ്ങിയിരിക്കുന്ന 4-5 ലോഡ് പൈപ്പ് ഇപ്പോഴും മഴയും കൊണ്ട് വെയിലും കൊണ്ട് ദ്രവിച്ചു കിടക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ഈ ഭരണസമിതി ഉത്തരവാദിയല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ് ചിലപ്പോൾ സൂചിപ്പിക്കും. അവിടെ ചോദിക്കുന്നു, എല്ലാ മാസവും റിവ്യൂ മീറ്റിംഗ് നടത്തണം. ജലവിഭവ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്, റിവ്യൂ മീറ്റിംഗ് നടത്തണം. പഞ്ചായത്ത് ഭരണസമിതി, വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാർ, വേണമെങ്കിൽ കരാറെടുത്ത ഉദ്യോഗസ്ഥർ റിവ്യൂ മീറ്റിംഗ് നടത്തി പോരായ്മകൾ പരിഹരിക്കണം. എന്തെങ്കിലും പോരായ്മ മറ്റു തരത്തിലുണ്ടെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചോദിക്കുന്നു, ഇന്ന് വേണ്ട നാളെ മതി, ഇതിൻ്റെ ഒരു തെളിവ് നിങ്ങൾക്ക് തരാമോ? കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഒരു മീറ്റിംഗ് നടന്നതിൻ്റെ തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒന്നുകൂടി പറയുകയാണ്, ജലജീവൻ പദ്ധതി അങ്ങനെ നിൽക്കട്ടെ. ഇവിടെ പ്രാദേശികമായ കുടിവെള്ള പദ്ധതി, പ്രാദേശികമായ ഭരണകൂടമാണ് ഗ്രാമപഞ്ചായത്ത്. ഇവിടെ പ്രാദേശിക കുടിവെള്ള പദ്ധതി എത്ര എണ്ണം UDFന് കൊണ്ടുവരാൻ കഴിഞ്ഞു എറിഞ്ഞി പഞ്ചായത്തിൽ? അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുന്നു. ഇപ്പോൾ ഇവിടെ എഴുകാമല കുടിവെള്ള പദ്ധതി, 2 പെരുമ്പടവം കുടിവെള്ള പദ്ധതി, തർക്കം ഉണ്ടാകും, നമുക്ക് തെളിവ് സഹിതം തരാം. പെരുമ്പടവം കുടിവെള്ള പദ്ധതി 430 വീട്ടുകാർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്. ആ 400 അത് തുടങ്ങിയത് മോളി എബ്രഹാം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പദ്ധതി തുടങ്ങിയത്. അടുത്തത് കരിമ്പനാമല തേക്കുമല കുടിവെള്ള പദ്ധതി ഇടതുപക്ഷ മുന്നണിയിലെ മെമ്പറായിരിക്കുമ്പോൾ ഞാൻ കൊണ്ടുവന്ന പദ്ധതിയാണ്. പിന്നെയുണ്ട് ഇവിടെ ചെറിയക്കുളം കുടിവെള്ള പദ്ധതി, അതും ഞങ്ങൾ കൊണ്ടുവന്ന പറഞ്ഞത് അവിടുത്തെ മെമ്പറായ LC മെമ്പർ കൊണ്ടുവന്നതാണ്. അതുപോലെയുണ്ട് മുത്തോലവരം കുടിവെള്ള പദ്ധതി, ബഹുമാന്യായ ഡോജിൻ മെമ്പർ കൊണ്ടുവന്നതാണ്. ഇവിടെയുണ്ട് മാണികുന്ന് കുടിവെള്ള പദ്ധതി, അത് കൊണ്ടുവന്നത് ഞാൻ ജനപ്രതിനിധിയായിരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നാണ്. എത്ര പ്രാദേശികമായ കുടിവെള്ള പദ്ധതി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ ഇവിടുത്തെ ഏറ്റവും പ്രശ്നമുള്ള കുടിവെള്ള പ്രശ്നമുള്ള ഈ മലമേഖലയിലുള്ള നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു ചോദിക്കുകയാണ്. ഓക്കെ BJP നേതൃത്വത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് മികവുറ്റ പ്രവർത്തനങ്ങളാണ് UDF ഭരണസമിതി നേടിയതെന്ന് പറയുന്നു. എന്നാൽ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗഭാഗത്തോടെ നടത്തുന്ന കുടിവെള്ള പദ്ധതി അതുപോലും പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. BJPയുടെ അഭിപ്രായത്തിൽ ഈ 5 വർഷ ഭരണകാലം എങ്ങനെയാണ്? എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷക്കാലത്തെ പഞ്ചായത്തിൻ്റെ ഭരണം, ആ ഭരണം തികഞ്ഞ പരാജയമായിരുന്നു എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി വിലയിരുത്തുന്നത്. അത് വളരെ കൃത്യമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു ഗ്രാമീണ മേഖലയായ എലഞ്ഞിയെ കാണുന്നത്, ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രി, ഇപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയാൽ ഈ സമയത്ത് അവിടെ ഡോക്ടർ കാണില്ല. അതോടൊപ്പം തന്നെ പതിറ്റാണ്ടുകൾ മുൻപ് കിടത്തി ചികിത്സയുണ്ടായിരുന്ന ഒരു സർക്കാർ ആശുപത്രി, ആ ആശുപത്രിയുടെ നിലവാരം താണു. ഇന്ന് കിടത്തി ചികിത്സയില്ല, ഇന്ന് OP മാത്രമായിട്ട് ചുരുങ്ങി. അതും ഡോക്ടർമാരുടെ സേവനത്തിൽ കുറവുള്ളതുകൊണ്ട് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന അവസ്ഥ. എന്നാൽ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ LDFനോ അല്ലെങ്കിൽ വർഷങ്ങളായി 3 ടേമോളം അടുപ്പിച്ച് പഞ്ചായത്ത് ഭരിക്കുന്ന UDFനോ, ആ UDFൻ്റെ MLAയും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനും ഈ വിഷയത്തിൽ ഇടപെടുന്ന കാര്യത്തിൽ ഇവിടുത്തെ 2 മുന്നണികളും പരാജയപ്പെട്ടതുകൊണ്ടാണ് ഈ ആശുപത്രിയുടെ നിലവാരം ആ തരത്തിലേക്ക് താഴ്ന്നു പോയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആരാധനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതിയാണ് ജൽജീവൻ മിഷൻ. അദ്ദേഹം BBC എന്ന് പറയുന്ന വിദേശ ചാനലിന് കൊടുത്ത ഒരു അഭിമുഖമാണ് ജൽജീവൻ പദ്ധതി തുടങ്ങുന്ന കാലത്ത് ഏറ്റവും ജനങ്ങളെ ആകർഷിച്ചത്. ആ ലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചത്, ലോകം കണ്ട ഏറ്റവും വലിയ ഒരു പദ്ധതിയായിട്ട് ജൽജീവൻ മിഷൻ പദ്ധതി അവതരിപ്പിക്കുമ്പോൾ ആ പദ്ധതി എത്രമാത്രം ഭാരതത്തിൽ നടപ്പിലാക്കാൻ കഴിയും, അതിനുള്ള ഫണ്ട് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് അദ്ദേഹത്തോട് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഭാരതത്തിലെ
കോടിക്കണക്കിന് വരുന്ന എൻ്റെ സഹോദരിമാർ കിലോമീറ്ററുകൾ നടന്ന് കുടമുമായി പോയി വെള്ളം കിട്ടാതെയും കിട്ടിയും തിരിച്ചു പോരുന്ന അവസ്ഥയാണ് ഇന്ന് ഭാരതത്തിലുള്ളതെങ്കിൽ 2025 ഭാരതത്തിലെ മുഴുവൻ ഗ്രാമീണ മേഖലയിലെ സഹോദരിമാർക്കും കുടിവെള്ളം എത്തിക്കാൻ പൈപ്പ് ലൈനിലൂടെ സൗജന്യമായി കുടിവെള്ളം എത്തിക്കാനുള്ള പദ്ധതിയായി ജൽ ജീവൻ മിഷൻ പദ്ധതിയെ മാറ്റും എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രഖ്യാപനം അത് ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു. എന്നാൽ കേരളം പോലെ UDF അല്ലെങ്കിൽ LDF ഭരിക്കുന്ന മറ്റ് കർണാടക പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രം ഈ പദ്ധതി താളം തെട്ടുക. ഇവിടെ LDFിൻ്റെ പ്രതിനിധിക്ക് പറയേണ്ടി വന്നു, ജൽ ജീവൻ മിഷൻ പദ്ധതി അത് പൂർണ്ണമായി നടപ്പിലാക്കുന്നില്ല, അത് നടപ്പിലാക്കുന്നിടത്ത് വേണ്ടത്ര രീതിയിൽ നടപ്പിലാക്കുന്നില്ല, അത് മുഴുവൻ ആളുകൾക്കും കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് അതിൻ്റെ ടാങ്ക് സ്ഥാപിക്കാതെ അത് ചില ആളുകളെ സഹായിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ UDF ഭരണസമിതി കൈക്കൊണ്ടിട്ടുള്ളത്. അതിനെതിരായി പ്രതികരിച്ചിട്ടുള്ള ഏക രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. സംസ്ഥാനം ഭരിക്കുന്ന LDF അതിൽ മൗന അനുവാദം കൊടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അവരതിൻ്റെ ഭാഗമായി നിൽക്കുകയാണ് ചെയ്തത്. ഓക്കെ UDF പ്രതിനിധിയോടാണ് ചോദ്യം. കഴിഞ്ഞ 3 ടേംസോളം നിങ്ങളാണ് ഭരിച്ചത്. 3 ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ആ ആശുപത്രിയിൽ വേണ്ട വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല എന്നും ഡോക്ടർ ഇല്ല എന്നുള്ള ഒരു ആരോപണമാണ് BJP പറയുന്നത്. എന്താണ് പറയാനുള്ളത്? ഏവർക്കും നമസ്കാരം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടായിക്കോട്ടെ. ഓക്കെ, നമ്മുടെ ഇവിടെ അതിദാരിദ്ര്യ ഇതിൽ ഉൾപ്പെടുത്തി 32 വീടുകളെ പറ്റി ഈ കേരളം അതിദാരിദ്ര്യം പ്രഖ്യാപിക്കാൻ കാരണം നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോയതിൻ്റെ ഭാഗമായിട്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ പട്ടിണി കുറവുണ്ടായത്. ഓക്കെ, ഇപ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതൻ BJP പ്രതിനിധി പറഞ്ഞു ദേശീയ ഇത് അതിദാരിദ്ര്യത്തിൻ്റെ കാര്യവും ഇപ്പോൾ ഈ ടാങ്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഇവർക്കും ജൽജീവൻ മിഷൻ പ്രൈം മിനിസ്റ്ററിന് കംപ്ലയിൻറ്റ് കൊടുക്കായിരുന്നല്ലോ. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ടാങ്ക് മാറ്റി സ്ഥാപിക്കണം, ഇവിടെ നിർമ്മിച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടെങ്കിൽ അവരുടെ ഫണ്ടാണെങ്കിൽ ഇവർക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നല്ലോ. അത് ചെയ്തില്ലല്ലോ. ആരോഗ്യ മേഖലയിലെ ചോദ്യം ഡോക്ടർ ഇല്ല എന്ന് പറയുന്നു. ആരോഗ്യ മേഖലയിൽ 3 ഡോക്ടർമാരുണ്ട്. അതിൽ പഞ്ചായത്തൊന്ന് ഡെയിലി ശമ്പളം കൊടുത്താണ് ഒരു ഡോക്ടറെ വെച്ചേക്കുന്നത്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് നല്ല രീതിയിൽ സർവീസ് കിട്ടാനാണ് ആ ഡോക്ടറെ നമ്മൾ നിയമിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ നമ്മുടെ പ്രിയ സ്നേഹിതൻ പറയുകയുണ്ടായി 320 രോഗികൾ ഡെയിലി വരുന്നൊരു ആരോഗ്യ കേന്ദ്രമാണ്. ഈ ആരോഗ്യ കേന്ദ്രം 320 രോഗികൾ ഡെയിലി ബാക്കിയുള്ളിടത്ത് 150ഉം 170ഉം ആൾക്കാർ വന്നു പോകുമ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ ഇത്രയും ഗുണപരമായ ആൾക്കാർ വരുന്നത് ഇത്രയും സർവീസ് കൊടുക്കുന്നുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഇവിടെ ഇത്ര ആൾക്കാർ. അപ്പോൾ അവിടെ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഇതിൻ്റെ 3 സ്റ്റേജാണ് പ്രൈമറി ആരോഗ്യ മരുന്ന്. അതിൻ്റെ നമ്മുടെ ഹോസ്പിറ്റൽ 2nd സ്റ്റേജിലാണ്. ഇതിന് സർക്കാരിൽ നിന്ന് അനുമതി കിട്ടിയിട്ടില്ല. അനുമതി കിട്ടിയാൽ അതുണ്ടാവും. ഓക്കെ LDF പ്രതിനിധിയോടാണ്. മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്ന് പറയുന്നു. ഇവിടെ ചെയ്യാമായിരുന്നിട്ടും ചെയ്യാത്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ചെയ്യാമായിരുന്നിട്ടും ചെയ്യാത്ത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്ത് അധികാര വികേന്ദ്രീകരണം കയ്യിൽ കിട്ടിയതിന് ശേഷം അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന കാര്യത്തിൽ 2023-24 വർഷം ഈ ഗ്രാമപഞ്ചായത്ത് സമിതി ഒന്നും ചെയ്യാതെ നോക്കുകുത്തിയായി നിന്നതിൻ്റെ ഉദാഹരണമാണ് ഈ പഞ്ചായത്തിൻ്റെ അകത്തളത്തിരിക്കുന്ന ഫയലുകളിൽ ഉറങ്ങിയിരിക്കുന്ന കിട്ടിയ ഫണ്ടിൽ 76% ലാപ്സാക്കി എന്നുള്ളത്. ഞാൻ വലതുപക്ഷ മുന്നണിയെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ രേഖകൾ ഇന്ന് തരണ്ട, നാളെ നിങ്ങൾക്ക് വാട്സപ്പിൽ അതൊന്ന് ലോഡ് ചെയ്യാം. എന്താ ചെയ്യേണ്ടത്? 2023-24 സാമ്പത്തിക വർഷം ഞങ്ങൾക്ക് കിട്ടിയ ഫണ്ടിൽ ഞങ്ങൾ മുഴുവൻ ചെലവഴിച്ചെങ്കിൽ അതൊന്ന് പറയട്ടെ. 82ാമത്തെ സ്ഥാനമാണ് എലഞ്ഞി ഗ്രാമപഞ്ചായത്തിനുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ വികസനം നടത്തി എന്ന സംവാദത്തിൽ നിൽക്കുവാൻ പോലും ഈ ഭരണസമിതിക്ക് യോഗ്യതയില്ല എന്നതിൻ്റെ 76% ഫണ്ട് ലാപ്സാക്കി. 76% ഫണ്ട് ലാപ്സാക്കി. 23%. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു. ജലജീവൻ പദ്ധതിയുടെ കാര്യം കൂടെ പറഞ്ഞു. ഞാൻ എൻ്റെ സൈഡിൽ എൻ്റെ സുഹൃത്ത് ഷൈബി നിൽക്കുന്നു, അപ്പുറത്ത് സിജു നിൽക്കുന്നു. ഞങ്ങൾ ഇവരെ രണ്ടുപേരെയും വിശ്വസിച്ചായി പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയത്. ഈ ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ് ആണല്ലോ ഇത് തന്നത്, അത് സംഭവിക്കുന്നുണ്ട്. ശ്രീ റോഷി അഗസ്റ്റിനാണ്, പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ് ഇത് തന്നത്. പക്ഷേ ഷൈബി പറഞ്ഞതുപോലെ ആ ടാങ്കിനെ വേണ്ട ഉയരമില്ലാതെ അവിടെ നിന്ന് താഴോട്ടിറക്കിയതിലെ
ഒഴുക്കുകൾ എലഞ്ഞിയിലെ ജനങ്ങൾക്കറിയാം. ഞങ്ങളത് പൊതുവേദിയിൽ പറയുന്നില്ല. ചിലർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്തുകൊണ്ട് അത് ഭരണകക്ഷി താഴോട്ട് വലിച്ചിറക്കി. മറുസൈഡിൽ ഞങ്ങൾക്ക് ഫണ്ട് കിട്ടണ്ടേ? ഇത് സംയുക്ത സംരംഭമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും പഞ്ചായത്തിന്റെയും സംയുക്ത സംരംഭം. കേന്ദ്ര ഗവൺമെന്റ് അടയ്ക്കേണ്ട വിഹിതം അടച്ചിട്ടുണ്ടോ? പഞ്ചായത്തിന് കിട്ടേണ്ട കേന്ദ്ര വിഹിതം ഗവൺമെന്റ് തന്നിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങളുടെ ഫണ്ട് കൊണ്ട്, സംസ്ഥാനത്തിന്റെ വിഹിതം കൊണ്ടാണ് ഇപ്പോൾ ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് ജനപ്രതിനിധിയായ LDFിന്റെ പ്രതിനിധി പറഞ്ഞത് ഇതിനൊരു കോർഡിനേഷൻ വേണ്ടേ. MLAയുടെ ഉത്തരവാദിത്വം എന്താ? പഞ്ചായത്ത് പ്രസിഡന്റ് ഉത്തരവാദിത്വം എന്താ? ഭരണകക്ഷിയുടെ ഉത്തരവാദിത്വം എന്താ? പ്രോജക്റ്റുകൾക്ക് ഗവൺമെൻറ്റുകൾ പണം തന്നു കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്താത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിന് പോരായ്മകൾ എന്താണെന്ന് അവിടെ ഉദ്യോഗസ്ഥന്മാരെ, അവിടുത്തെ ജനപ്രതിനിധികളെ, പൊതുസമൂഹത്തെ വിളിച്ചുകൂട്ടി ആ പ്രതിബന്ധങ്ങളെ, തടസ്സങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. അതിവിടെ ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും അങ്ങനെ യോഗം ഈ പഞ്ചായത്തിൽ വിളിച്ചു കൂട്ടിയിട്ടില്ല. അപ്പൊ ഇതിനിടയിലാണ് കേന്ദ്രം ഫണ്ട് തരുന്നില്ല, ഇവിടെ യോഗം വിളിക്കുന്നില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട് അനുസരിച്ചുള്ള പ്രവൃത്തികൾ നടക്കും. താങ്കളിലേക്ക് വരാം. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു, കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്ക് താഴേക്ക് മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ആരോപണം അതിന് പിന്നിലുണ്ട്. 76% ഫണ്ട് 2023-24 കാലഘട്ടത്തിൽ ആപ്സാക്കി കളഞ്ഞു. രണ്ടെണ്ണത്തിലുള്ള ഒരു ഉത്തരം. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ ജൽജീവൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ജൽജീവൻ പദ്ധതിയിൽ 9 ലക്ഷം ലിറ്ററിൻ്റെ ടാങ്കാണ് നെല്ലൂർ പാറയിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പഞ്ചായത്തിനോട് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പ്രവർത്തനത്തിൽ നിരവധി മീറ്റിങ്ങുകൾ, ഈ സന്തോഷ്, എൻ്റെ സഹമെമ്പർ സന്തോഷ് അടക്കം, ഇവിടെ ഇരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളടക്കം നിരവധി പേര് പങ്കെടുത്ത, വാട്ടർ അതോറിറ്റിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്ത നിരവധി യോഗങ്ങൾ എലഞ്ഞി പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത് ഇത് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടത് ടാങ്ക് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ ഒരു സ്ഥലം പ്രപ്പോസ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടത്. നമ്മൾ അത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഒരു സ്ഥലം പ്രപ്പോസ് ചെയ്തു. അത് മാത്രമാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ആ സ്ഥലത്തെ സംബന്ധിച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ സ്ഥലത്തിൻ്റെ ഫീസിബിലിറ്റി സംബന്ധിച്ച്, സ്ഥലത്ത് എവിടെ ടാങ്ക് സ്ഥാപിക്കണമെന്ന് സംബന്ധിച്ച്, അതിൻ്റെ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ സംബന്ധിച്ച് അതൊക്കെ തീരുമാനിക്കേണ്ടത് ഇതിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരാണ്. നമ്മളല്ല തീരുമാനിക്കുന്നത്. അതിന് ടാങ്കിൻ്റെ ഉയരം എത്ര വേണമെന്ന് തീരുമാനിക്കുന്നത് ബന്ധപ്പെട്ട എഞ്ചിനീയർമാരാണ്. അതിന് AE ഉണ്ട്, AXC ഉണ്ട്, അതിൻ്റെ മുകളിലുള്ള SC ഉണ്ട്, CE ഉണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രിയുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഇവിടുത്തെ പത്രമാധ്യമങ്ങളിലൂടെ വന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ എലഞ്ഞിയിൽ 2 തവണ ഇത് സംബന്ധിച്ച് യോഗം ചേർന്നു. ഇവിടുത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ എലഞ്ഞി മണ്ഡലം കമ്മിറ്റിയും നിയോജക മണ്ഡലം കമ്മിറ്റിയും അടക്കമുള്ളവർ ഇത് ആക്ഷേപമായിട്ട് മന്ത്രിക്ക് എഴുതി കൊടുത്തു. എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? ഈ എലഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ ഒരു മെമ്പർ പ്രപ്പോസ് ചെയ്തു, അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രപ്പോസ് ചെയ്ത സ്ഥലം ഫീസിബിൾ അല്ല എങ്കിൽ, ഇത് ശരിയല്ല എന്ന് എന്തുകൊണ്ട് മന്ത്രി പറഞ്ഞില്ല? ഒന്നുകിൽ മന്ത്രിക്ക് അതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് അത് 100% അംഗീകരിച്ചു. ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത്, ഞങ്ങൾ നിർദ്ദേശിച്ച സ്ഥലത്ത് 1 സെൻറ്റിമീറ്റർ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് മാറ്റാത്തത് ഞങ്ങൾ പറഞ്ഞത് 100% ശരിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു കാര്യം പറഞ്ഞു. അതോടൊപ്പം ഇന്ന് നമുക്ക് നെല്ലൂർ പാറയിൽ ചെന്നാൽ കാണാൻ പറ്റും. നെല്ലൂർ പാറയിൽ വലിയൊരു ടാങ്കിൻ്റെ അടിസ്ഥാനം ഇന്ന് കെട്ടി ഉയർത്തിയാണ്ട് 10 അടിയോളം ഉയർത്തി നിർത്തി. ആ ടാങ്ക് അവിടെ നിന്നുപോയി, പണി അവിടെ നിന്നുപോയി. എന്തുകൊണ്ടാണ്? സംസ്ഥാന ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ജൽജീവൻ മിഷൻ്റെ വിഹിതം അടച്ചിട്ടില്ല. ആ വിഹിതം കൂടി അടച്ചാലേ പൈസ ഇങ്ങോട്ട് വരുള്ളൂ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1000 കോടി രൂപ ജൽജീവൻ മിഷൻ്റെ സംസ്ഥാന ഗവൺമെൻറ് അടയ്ക്കേണ്ട പൈസ അങ്ങോട്ട് അടച്ചിട്ടില്ല. ജനങ്ങളെ ഏറ്റവും വലിയ ബാധിക്കുന്ന കുടിവെള്ള പദ്ധതി സംബന്ധിച്ച് ഇവരുടെ നിലപാടാണ് പൈസ അടയ്ക്കാതെ. എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറഞ്ഞു. ഈ ഹോസ്പിറ്റൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലാണ്. ഷൈബി പറഞ്ഞത് ശരിയാണ്. ഇവിടെ പ്രസവം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്ന ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിനെ കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളം ഭരിച്ച ഇവിടുത്തെ സമുന്നത 1-ാം നമ്പറാണ് ആരോഗ്യരംഗം എന്ന് പറഞ്ഞ് ഈ ഭരിച്ച ഇവർ എന്തുകൊണ്ട് ഈ FHSയെ, ഈ ഫാമിലി ഹെൽത്ത് സെൻ്ററിനെ, ഏറ്റവും ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ എന്തുകൊണ്ട് CHSC ആയിട്ട് ഉയർത്തിയില്ല? CHSC ആയിട്ട് ഉയർത്തി ഇവിടെ കൃത്യചികിത്സ വരും. ഇവിടെ രാവിലെ രാത്രിയും പകലും ഡോക്ടർമാർ വരും. CHSC ആയിട്ട് ഉയർത്തണം. അതിനുവേണ്ടിയുള്ള നടപടി ഈ സർക്കാർ സ്വീകരിക്കണം. ഈ സർക്കാർ ഇതുവരെ ചെയ്യില്ല. അതോടൊപ്പം ഒരു കാര്യം പറയട്ടെ. ഇവിടെ എലഞ്ഞിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ വിട്ടുപോയി. ഇവിടുത്തെ എലഞ്ഞിയിലെ JTS കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ സാധിച്ചു? ഇന്നും വാടക കെട്ടിടത്തിലാണ് ആ JTS ഇവിടെ നിൽക്കുന്നത്. ഒരു ചെറുപേരനക്കാൻ പോലും ആ വാടക കെട്ടിടത്ത് താമസിച്ച കുട്ടികൾ
100% കഴിഞ്ഞ് തുടർച്ചയായി 20ഓളം വർഷം 100% വിജയം നേടുന്ന ഒരു സ്കൂളാണ്. അവിടെ അതുപോലെ ചെയ്യാനായിട്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് 76% ഫണ്ട് ലാപ്സ് ആയി എന്ന് പറയുന്നു. അതിനെന്ത് മാത്രം വസ്തുതയില്ല? അങ്ങനെ ഒരു വസ്തുത ഉണ്ടായിട്ടില്ല. നമ്മൾ റോഡിന്റെ രംഗത്ത് ഫണ്ടുകൾ നമുക്ക് 76% ലാപ്സ് ആക്കിയോ ഇല്ലയോ? ഇല്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. 86% നമ്മുടെ നോൺ റോഡ് മെയിൻ്റനൻസിലുള്ള നമ്മുടെ വിഹിതം നമ്മൾ ചെലവാക്കിയിരിക്കുന്നത്. 86%. നമുക്കറിയാം നമ്മൾ ഫണ്ടുകൾ പലതരത്തിലുണ്ട്. പ്ലാൻ ഫണ്ട് ഉണ്ട്. അതിനകത്ത് ഒരു പ്ലാൻ ഫണ്ടിന്റെ മാത്രം എടുത്തുകൊണ്ടാണ് ഇവരിത് പറയുന്നത്. പ്ലാൻ ഫണ്ടിന്റെ 18 ലക്ഷം രൂപയിൽ 14 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് നമ്മൾ വെച്ചത് ഈ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണം ഇവിടെ നടന്നപ്പോൾ തുടങ്ങിയപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാം, അതിനെ തടസ്സപ്പെടുത്തി, അതിനെ വൈകിപ്പിച്ച്, അതിന്റെ ആ ഫണ്ട് ചെലവഴിപ്പിക്കാതെ നോക്കിയ പല ആൾക്കാരും ഇന്നിവിടെ നിൽപ്പുണ്ട്. അങ്ങനെയാണ് ആ ഒരു കാര്യത്തിലാണ് നമുക്ക് അവിടെ വീഴ്ച. 76% ലാപ്സ് ആയിട്ടില്ല. ഇല്ല. ഇനി നമ്മൾ മറ്റൊരു സെക്ഷനിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും അവസരങ്ങൾ ഉണ്ടാകും. പൊതുജനങ്ങൾക്ക്, നിങ്ങൾക്ക് ഇവരോട് ജനപ്രതിനിധികളോട് ചോദ്യം ചോദിക്കുന്നതിനുള്ള അവസരമുണ്ട്. ആർക്കാണ് ചോദിക്കാനുള്ളത്? ആരോടാണ്? ഇവിടെ ഇപ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നിരിക്കുകയാണല്ലോ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ബഹുമാനപ്പെട്ട ഷൈബിയും ബഹുമാനായ ടോമി കെ തോമസ് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഫയലുകൾ പഞ്ചായത്ത് ഓഫീസിൽ കിടന്നോ, പഞ്ചായത്ത് ഓഫീസിലെ മേശയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. ഷൈബി പറഞ്ഞത് ഇവിടെ ഗവൺമെൻറ് ആശുപത്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ നമ്മൾ കാലങ്ങൾക്ക് മുമ്പേ പെടുത്തിയൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ഗവൺമെൻറ് ആശുപത്രിയിലെ കാര്യം. പിന്നെ അടുത്ത് എടുത്തു പറയത്തേക്ക് ഒരു കാര്യമുണ്ട്. ഇവിടെ MLA ഇല്ല, പക്ഷേ MLAയുടെ പാർട്ടിക്കാർ, മുന്നണിക്കാരുണ്ട്. MLAയുടെ സമീപനം തികച്ചും നിരുത്തരവാദിത്തപരമാണ്. അത് വളരെ കൃത്യമായിട്ട് അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. MLA ഇവിടെ എല്ലാ ചടങ്ങുകളിലും വന്ന് പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇവിടെ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളായ ആശുപത്രി, കുടിവെള്ളം പോലെയുള്ള കാര്യങ്ങളിൽ MLAയുടെ സമീപനം തികച്ചും നിരുത്തരവാദിത്തപരമാണ്. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്ന ആരോപണം 76% ഫണ്ട് ലാപ്സാക്കി കളയുന്നത് പ്രതിപക്ഷം, സംയുക്തമായിട്ട് പ്രതിപക്ഷം ആക്ഷേപിച്ചുള്ളൊരു കാര്യമാണ്. അത് തെറ്റാണെന്നാണ് ബഹുമാനപ്പെട്ട പഞ്ചായത്തിൻ്റെ പ്രതിനിധി പറഞ്ഞത്. അത് തെറ്റാണെങ്കിൽ അങ്ങനെ കണക്കിലുള്ള കാര്യമല്ല. അതൊന്ന് കൃത്യമായിട്ടത് വിശദീകരിക്കണം. പിന്നെ ഈ പ്രാഥമിക ആരോഗ്യത്തിൻ്റെ കേന്ദ്രത്തിൻ്റെ കാര്യം, അത് ഗ്രേഡ് വൽക്കരിച്ചത് കൊണ്ടാണെന്നാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത്. ഇപ്പം നിൽക്കുന്ന ഗ്രേഡിൽ നിന്ന് മാറ്റാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന്. എന്ന് സാധിക്കുമത്? ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ മിക്കവാറും ഒരു ഡോക്ടറേ ഉള്ളൂ. ഇന്ന് തന്നെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 100-300 പേരടുത്ത് ഡോക്ടറെ കാണാൻ വന്നപ്പോൾ ഒരു ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മിനിമം 2 ഡോക്ടറുടെയെങ്കിലും സേവനം അവിടെ നിലനിർത്തണമെന്ന് പലവട്ടം പഞ്ചായത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഇപ്പോൾ എന്ത് കാര്യം പറഞ്ഞാലും അവസാന ഉത്തരം മുട്ടുമ്പോൾ കേന്ദ്ര സർക്കാർ ഫണ്ട് തന്നില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു സമീപനം 2 മുന്നണികളും ഇവിടെ നടത്തുന്നുണ്ട്. ആ സമീപനം തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യമാണെന്ന് മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ. അതിനൊരു മറുപടി ഭരണസമിതിയിൽ നിന്നും. 2 കാര്യങ്ങൾ, ആരോഗ്യ മേഖലയിലെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ, അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നത് കേന്ദ്രം ഫണ്ട് തന്നില്ല എന്ന് അവസാനം നിങ്ങൾ പറയുന്നു. അതിനെന്താണ് മറുപടി? അല്ല, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ, നമ്മളെ സംബന്ധിച്ചുള്ള പഞ്ചായത്തിൻ്റെ അടക്കം നമ്മൾ 3 ഡോക്ടർമാരുടെ സേവനം ഇല്ലെങ്കിൽ FHSയിൽ. ഇന്ന് ഒരു ഡോക്ടറെ ഉള്ളൂ എന്ന് പറയുന്നു. ഇന്ന് ഔദ്യോഗികമായ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഈ മെഡിക്കൽ ഓഫീസർക്ക് പോകേണ്ടി വന്ന് അങ്ങനെ പോകും. അല്ലല്ല, അതെല്ലാം അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ നിഷ്കർഷ അനുസരിച്ച് തന്നെയാണ് അത് പോകുന്നത്. 3 ഡോക്ടർമാർ നിലവിൽ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രി സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അതോടൊപ്പം അവരുടെ ഔദ്യോഗികമായിട്ട് അവിടെ എത്രയോ ജീവനക്കാരുണ്ട്, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മാറേണ്ടതുണ്ടെങ്കിൽ ആ ഡോക്ടർ മാറുമ്പോൾ അത് 2 ഡോക്ടർമാരിരുന്നാണ്. നമ്മളുടെ ഇതിൻ്റെ ഇത്രയും രോഗികൾ ഇവിടെ വരുന്നു എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റിയാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റിയാണ്. ഇവിടെ എല്ലാവിധ മരുന്നുകളും ഉണ്ട്. പഞ്ചായത്ത് ആവശ്യത്തിന് ഈ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വരുന്ന ഒരാവശ്യവും പഞ്ചായത്തിന്റെ ഭരണസമിതിയിൽ ഒരു തവണ പോലും നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. ആൾക്കാർ വളരെ സംതൃപ്തി. ഇവിടെ 1-2 ദിവസങ്ങളിൽ ഈ ഡോക്ടർമാർ ലീവ് എടുക്കുന്ന സമയത്തൊക്കെ ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ 99% ദിവസങ്ങളിലും എലഞ്ഞി ഗവൺമെൻറ് ആശുപത്രി 100% ഭംഗിയായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് പറയാനായിട്ട്. മറ്റൊരു കാര്യം, അവർക്ക് ഒരു കൃത്യത ചോദിച്ചിരിക്കുന്നു. ആ 76% ലാപ്സാക്കി കളഞ്ഞതിനെ കുറിച്ചാണ് അവർ പറയുന്ന വ്യക്തമായ രേഖകൾ അടക്കം ഹാജരാക്കാൻ പറ്റുമോ? ഹാജരാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മളുടെ ഫണ്ടിൽ റോഡ് മെയിൻ്റനൻസിന്റെ ഗ്രാൻഡിൽ നമ്മൾ 86% നമ്മൾ ചെലവഴിച്ച പഞ്ചായത്താണിത്. അതുപോലെ തന്നെ ഉൽപാദന മേഖലയിൽ മുഴുവൻ ഫണ്ട് 100% വിനിയോഗിച്ച പഞ്ചായത്താണ്. ഇത് രേഖകളുള്ളതാണ്. എലഞ്ഞിയിലെ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാവുന്ന രേഖകളുള്ള കാര്യമാണ്. അതോടൊപ്പം ഞാനിവിടെ ഇവിടെ ഇരുന്ന് ആരും ഒരു ഉത്തരവും പറഞ്ഞല്ലോ. എലഞ്ഞി ടെക്നിക്കൽ സ്കൂളിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എലഞ്ഞി ഹോസ്പിറ്റൽ FHC CHC ആക്കാത്ത
കാര്യം പറഞ്ഞല്ലോ, ഇതിനൊന്നും മറുപടി ഇവർക്കാർക്കുമില്ല. ജൽജീവൻ പദ്ധതി റോഡുകൾ മുഴുവൻ വെട്ടിപ്പൊളിച്ചിട്ടിട്ട് ഒരു റോഡ് പോലും റീസ്റ്റോർ ചെയ്തിട്ടില്ല. ഇവരാരും പറഞ്ഞില്ലല്ലോ ഇതിനൊന്നും ഒരു മറുപടി. ഓക്കെ എന്താണ് ഓക്കെ പറഞ്ഞു. ഇവിടെ ഇതിലെല്ലാത്തിനും മറുപടിയുണ്ട്. ഓക്കെ, മറുപടി എന്താ? പറഞ്ഞ വലതുപക്ഷത്തെ നേതാവിനെ ഞങ്ങൾ വീണ്ടും വെല്ലുവിളിക്കുന്നു. 76% ലാപ്സായിട്ടില്ല എങ്കിൽ നിങ്ങൾ നാളെ അതിൻ്റെ രേഖ വാട്സപ്പിലൂടെ പുറത്തുവിടൂ. 82ാം സ്ഥാനത്താണ് 76% ലാപ്സ് ആക്കിയിട്ടുള്ളതിന് തെളിവ് താങ്കളുടെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിലുണ്ട്. ഉണ്ട്. ഓക്കെ, താങ്കൾ തെളിവുകൾ ഹാജരാക്കാൻ അത് ഉറപ്പാണോ? ഓക്കെ, 86% മെയിൻ്റനൻസ് ഗ്രാന്റ് ചെലവഴിച്ചതിന്റെ രേഖ ഞാൻ ഹാജരാക്കി. ഓക്കെ, ലാപ്സ് ആക്കിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവുണ്ട്. ഓക്കെ, ഞങ്ങൾ ഓക്കെ 76%, 86% പുള്ളി ചെലവഴിച്ചുകൊണ്ടാണല്ലോ 82ാം സ്ഥാനത്ത് വന്നത്. അപ്പൊ എലഞ്ഞി എറണാകുളം ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ ആരും ചെലവാക്കിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞില്ല. പറയാം. ഞാൻ ഈ പഞ്ചായത്ത് മെമ്പർമാർ, ഞാൻ എൻ്റെ സുഹൃത്താണ്, എൻ്റെ സ്നേഹിതനാണ്, വൈസ് പ്രസിഡന്റാണ്. ഞാനൊരു ബഹുമാനത്തോടെ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ ഇരുന്ന് പ്രമേയം പാസ്സാക്കിയ ഒരു സാധനം കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നടന്നു വരികയില്ല. ഇവിടെ CHC ആണെങ്കിൽ പോകണമെന്നേ തിരുവനന്തപുരത്ത്. എത്ര പ്രാവശ്യം പോയോ അദ്ദേഹം ഞാൻ ഒന്നിച്ച് പഞ്ചായത്ത് സമിതിയായപ്പോൾ ഞാൻ പോയിട്ടുള്ള കാര്യങ്ങൾ പുള്ളിക്കറിയാം. പുള്ളി അതിവിടെ പറയല. ഇതിന് പുറകെ നടക്കണം, അല്ലാതെ ഇവിടെ നിന്ന് പ്രമേയം പാസ്സാക്കി അല്ലെങ്കിൽ MLA കൊടുത്തുവിടണം. MLA നോക്കുകുത്തിയായി നിൽക്കുക. MLA ഉത്തരവാദിത്വം എന്താ? മരണ വീട്ടിനും ശവസംസ്കാരത്തിനും പോകാനായിട്ടൊരു MLA വേണ്ട. ഇവിടെ വികസനത്തിനൊരു MLA വേണം. നമ്മുടെ MLA ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ MLA ഫണ്ടിൽ നിന്ന് 1,36,00,000 രൂപ വിവിധ റോഡുകൾക്കായിട്ട് അനുവദിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന CHSക്ക് വേണ്ടി 25 ലക്ഷവും പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിന് വേണ്ടി 25 ലക്ഷവും ഈ MLA തന്നെയാണ് മുൻ വർഷങ്ങളിൽ തന്നെ. പിന്നെ കഴിഞ്ഞ കൊല്ലങ്ങളിലും ഏറെ 1 കോടി രൂപ മുകളിൽ അദ്ദേഹം ഈ വാർഡിലേക്ക് ഈ പഞ്ചായത്തിലേക്ക് തന്നിട്ടുണ്ട്. ആരോപണങ്ങൾ തികച്ചും ആരോഗ്യമേഖലയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഇപ്പം 2 മുന്നണിക്കാരും ആ കാര്യത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ ഇവിടെ MLA എലഞ്ഞി ഗവൺമെൻറ് ആശുപത്രിയുടെ നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് പരാതി കൊടുക്കുകയോ ആരോഗ്യമന്ത്രിയായി ബന്ധപ്പെടുകയോ ചെയ്തതായിട്ട് പത്രമാധ്യമങ്ങൾ വഴി നമ്മൾ അറിഞ്ഞിട്ടില്ല. എലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഈ കാര്യത്തിൽ MLA ഇടപെടുത്തിക്കൊണ്ട് ഈ ആശുപത്രിയുടെ നിലവാരം ഉയർത്തി ഇവിടെ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ എന്തെങ്കിലും ചെയ്തതായിട്ട് എലഞ്ഞിയിലെ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള LDF ആ വിഷയത്തിൽ ഇടപെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് ആ വിഷയം പരിഹരിപ്പിക്കുന്ന കാര്യത്തിലും ഇടപെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിലും ഒരുമിച്ച് തന്നെ നിന്ന് എലഞ്ഞിയിലെ ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനമാണ് ഈ പ്രശ്നത്തിൽ BJPയുടെ നിലപാട് BJP ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ ആശുപത്രി അധികാരികൾക്കും ഇതിനു മുമ്പ് തന്നെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. അത് തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി വന്നാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എലഞ്ഞി പഞ്ചായത്തിലെ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും എന്ന് ഉറപ്പ് നൽകി. അതോടൊപ്പം തന്നെ ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം, മുത്തോലവരത്ത് ഒരു സ്ഥാപനം പ്രേത ബംഗ്ലാവായി കിടപ്പുണ്ട്, പച്ചക്കറി സംസ്കരണശാല. അത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ആരംഭിച്ച് ഇന്ന് കറണ്ട് കണക്ഷൻ പോലും കിട്ടാത്ത ഒരു കെട്ടിടം. 13 കോടി രൂപയോളം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമടക്കം ഉപയോഗിച്ചിട്ടുള്ള കെട്ടിടം. ആ കെട്ടിടത്തിൽ കറണ്ട് കണക്ഷൻ പോലും കിട്ടുന്നതിന് 13 വർഷം മുമ്പ് AC-യും അതോടൊപ്പം തന്നെ ജനറേറ്ററും മറ്റ് യന്ത്ര സാമഗ്രികളുമെല്ലാം വാങ്ങി അതിൻ്റെ അകത്ത് കിട്ടാവുന്ന കമ്മീഷൻ UDF-കാർ വാങ്ങി. തുടർന്ന് LDF-കാർ വന്നു, ഇനി ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട എന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. കേന്ദ്രത്തിന് 13 കോടിയോളം രൂപ കൈക്കൂലി ഉൾപ്പെടെയുള്ള വാങ്ങി എന്നാണ് പറയുന്നത് UDF.
ചെറിയ ആരോപണമല്ല, വലിയൊരു അഴിമതി ആരോപണമാണ്. ഇവിടെ രണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒന്ന് ടാങ്ക് സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ആരോപണം. അത് കഴിഞ്ഞു. എണ്ണി ചോദിച്ചു, ഒരു മറുപടി കൂടി ആരും പറഞ്ഞില്ല. ഈ കെട്ടിടം സംബന്ധിച്ച് പറയാം. ഈ കെട്ടിടം സംബന്ധിച്ച് ഇത് സംസ്ഥാന ഗവൺമെന്റ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഇവിടെ ഇരുന്നപ്പോൾ ഇവിടുത്തെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് കർഷകരുടെ വിലയിടിവ് എന്നുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൃഷി വകുപ്പ് മന്ത്രി ഇവിടെ വന്ന് പ്രഖ്യാപിച്ചിട്ട് പോയതാ. ഇവിടെ ചാനലുകളിൽ കൂടെ മുഴുവൻ വന്നതാ, ഇത് 4 മാസത്തിനുള്ളിൽ തുറക്കും. എന്തുകൊണ്ട് തുറന്നില്ല? അതിനുശേഷം ഇപ്പൊ നമ്പർ ഇട്ട് കൊടുത്തില്ലെന്നാ പറഞ്ഞത്. നമ്പർ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാ. കേന്ദ്രത്തിന് ഫണ്ടുകളെല്ലാം ലഭിച്ചിരുന്നോ? അല്ല, കേന്ദ്രത്തിന് കോടികൾ ലഭിച്ചിരുന്നോ എന്നുള്ളതാണ്. അല്ല, ആ ഫണ്ട് ഉപയോഗിച്ചാണ് അവിടെ സ്ഥാപിച്ചു, അതിന്റെ AC സ്ഥാപിച്ചു. ഇവിടെ ഇപ്പൊ കറണ്ട് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട, അത് തുറക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കറണ്ട് ഇല്ല, തുറക്കുന്നില്ല. ആ കെട്ടിടത്തിന് നമ്പർ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് യാതൊരു തടസ്സവുമില്ല. അത് അടയ്ക്കുമ്പോൾ അത് നമ്പർ ഇട്ട് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തുക ഏതാണ്ട് എൻ്റെ അന്നത്തെ ഒരു കണക്ക് നിങ്ങൾ എടുത്തപ്പോൾ മനസ്സിലായത് ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപ പഞ്ചായത്തിലേക്ക് ഫീസ് അടയ്ക്കണം. ആ ഫീസ് അടച്ചു കൊടുത്താൽ അന്ന് തന്നെ നമ്പർ ഇട്ട് കൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറാണ്. അതോടൊപ്പം ഒരു കാര്യം പഞ്ചായത്ത് പറഞ്ഞു, ഇനി ആ ഫീസ് അടയ്ക്കാൻ കഴിയില്ല എങ്കിൽ സർക്കാരിൻ്റെ ഒരു ഏജൻസി എന്ന രീതിയിൽ ആ ഫീസ് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് ഉത്തരവ് വാങ്ങി തന്നിര്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഫീസ് വാങ്ങേണ്ടതില്ല എന്ന് ഉത്തരവിട്ട് കഴിഞ്ഞാൽ അന്ന് തന്നെ പഞ്ചായത്ത് നമ്പർ ഇട്ട് കൊടുക്കാം. അല്ലാതെ പക്ഷേ അത് തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ആർജവം ഇവിടുത്തെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാവണം, മന്ത്രിക്ക് ഉണ്ടാവണം, വകുപ്പിനുണ്ടാവണം. ആദ്യം UDF ആ കെട്ടിടവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ വാങ്ങി, പിന്നീട് LDF വാങ്ങി എന്നുള്ള ആരോപണമുണ്ട്. നിങ്ങളെയും ബാധിച്ചിട്ടുണ്ട് ആരോപണം. എന്താണ് പറയാനുള്ളത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു, എരഞ്ഞി ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഏതാണ്ട് 320ഓളം രോഗികൾ നിത്യം വന്നു പോകുന്ന ഹോസ്പിറ്റലായി ഉയർന്നു. അത് വലിയൊരു നേട്ടമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. ഒരു സംശയവുമില്ല, എരഞ്ഞി ഗവൺമെൻറ് ഹോസ്പിറ്റൽ പഴയതിനേക്കാൾ വളരെയധികം മികച്ചിട്ടുണ്ട്. 10 വർഷം മുമ്പ് നടന്ന ആശുപത്രിയേക്കാൾ വളരെയധികം വികസിപ്പിച്ചത് ഈ സംസ്ഥാന ഗവൺമെൻറ് കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളും വളരെ ഭംഗിയായ രൂപത്തിൽ എല്ലാ രോഗങ്ങൾക്കും മരുന്ന്, ഓരോ പ്രാഥമിക കേന്ദ്രമാണെങ്കിൽ അതിനനുസരിച്ചുള്ള മെഡിസിൻ. നിങ്ങൾക്കറിയാവോ, പണ്ട് നിങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. മരുന്ന് കുറിച്ച് തരുമായിരുന്നു, കുറിച്ച് അല്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അവിടെ നിന്ന് മരുന്ന് ആരോപണത്തിന്റെ ഇപ്പോൾ ഏതാരോപണമാണ്? ഓക്കെ, ആ ആരോപണം കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ നടപ്പിലാക്കിയ ഒരു ഡിപ്പാർട്ട്മെന്റ് മരുന്നുകളല്ലാതെ പഞ്ചായത്തിൽ നിന്ന് വളരെ നാമമാത്രം മരുന്ന് വാങ്ങിയിട്ടുള്ളതെന്നും നാളെ തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ ഈ കഴിഞ്ഞ തവണ താങ്കൾ സംസാരം മിണ്ടിയില്ലല്ലോ. ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ചോദിച്ചു ആ മീറ്റിംഗിൽ, ഇവിടെ മരുന്ന് എന്തെങ്കിലും പഞ്ചായത്ത് വാങ്ങി തരേണ്ടതുണ്ടോ? അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ പറഞ്ഞു മരുന്നൊന്നും വേണ്ട, ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ മുഴുവൻ മരുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ആവശ്യത്തിനുള്ള മരുന്നുകൾ മുഴുവൻ ഈ ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ട്. മരുന്നിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതാണ് ആ ഹോസ്പിറ്റൽ ഇങ്ങനെ ആയത്. ഒരിക്കൽ കൂടി, ഈ ഹോസ്പിറ്റൽ 3 ഡോക്ടർമാരുണ്ട്. ഒരു ഡോക്ടർക്ക് ഉച്ച കഴിഞ്ഞ് ഡ്യൂട്ടി നിർവഹിച്ചാൽ ഈ പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞാൽ മതി, ഒരു ഡോക്ടറുടെ സേവനം ഉച്ച കഴിഞ്ഞ് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടപ്പാവും. കാരണം പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്. അതിനിവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ ഭരണസമിതി തയ്യാറാകുന്നില്ല എന്നതാണ് പ്രശ്നം. ഓക്കെ, മറ്റൊരു ആരോപണമാണ്, വലിയൊരു ആരോപണമാണ്. UDF-ഉം LDF-ഉം കമ്മീഷൻ മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ആ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുമായി ബന്ധപ്പെട്ട്. BJP-യുടെ ആരോപണമാണ്. അതിന്റെ പ്രശ്നം ആരോപണം ഉന്നയിക്കുന്നവരാണ് തെളിയിക്കേണ്ടത്. ആരോപണം തെളിവുകളുണ്ടോ ആണ് തെളിയിക്കേണ്ടത്. വ്യക്തമായ തെളിവുണ്ടോ? കൃത്യമായ തെളിവെന്ന് പറഞ്ഞാൽ കറണ്ട് കണക്ഷൻ പോലും കിട്ടാത്ത കെട്ടിടത്തിലേക്ക് AC-യും ജനറേറ്ററും യന്ത്ര സാമഗ്രികളും വാങ്ങിയത് എന്തിനാ? 13 വർഷം മുമ്പ് വാങ്ങിയതാ. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ കാർഷിക മേഖലയിലെ ജനങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് സ്ഥാപനം അവിടെ നിർമ്മാണം ആരംഭിച്ചതെന്നാണ്. ഈ 2 മുന്നണികളും ആ സ്ഥാപനം തുറന്നു പ്രവർത്തിപ്പിക്കാൻ 13 വർഷമായിട്ട് എന്തു ചെയ്തു? സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഒരു സാങ്കേതിക വിഷയമില്ല. കറണ്ട് കണക്ഷൻ പോലും കൊടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ അവരത് ഏറ്റു പറഞ്ഞിട്ട് ഞങ്ങൾ UDF-കാർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ല എന്ന് പൊതുജനത്തോട് പറയണം. അതോടൊപ്പം തന്നെ LDF-കാർ പറയണം, ഞങ്ങൾക്ക് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റാണ് ഞങ്ങളുടേത്. ആ ഗവൺമെന്റിനെ കൊണ്ട് ഇത്തരം ഒരു സ്ഥാപനം, ഇന്ത്യയിൽ തന്നെ 32 സ്ഥാപനങ്ങൾ ഒരേ സമയത്ത് തുടക്കമിട്ടതിൽ കേരളത്തിൽ തുടങ്ങിയ സ്ഥാപനമൊഴിച്ച്
മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ളതെല്ലാം പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് ഞങ്ങളുടെ അറിവ്. എന്താണ് പറയുന്നത്? അദ്ദേഹം പറയുന്നത് ആ സ്ഥാപനത്തിന് കറണ്ട് കണക്ഷൻ തരേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അനുമതിയാണ്. അത് പഞ്ചായത്തിന്റെ കയ്യിലല്ലിരിക്കണേ. പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്നതെല്ലാം പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. ബാക്കി ചെയ്യേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഈ അപേക്ഷകളുമായിട്ട് ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളുടെ MP ജോസഫ് അതുപോലുള്ള മെമ്പർമാരൊക്കെ 4-5 പ്രാവശ്യം അല്ല പോയേക്കുന്നത്. ഒരു 10 പ്രാവശ്യമെങ്കിലും സെക്രട്ടേറിയറ്റ് കയറി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രശ്നമാണ് ഇതിന് കാരണം. അനങ്ങാപ്പാറ നയമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് അനങ്ങാപ്പാറ നയമാണ്. അടുത്ത ചോദ്യം ആരോടാണ്? ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ നിന്ന് കൃത്യമായിട്ട് കേട്ടവരുന്ന എല്ലാവർക്കും മനസ്സിലാവും, ഈ ഇന്ത്യ സഖ്യത്തിലെ ഈ 2 മുന്നണികളും തമ്മിലടിക്കുന്നതുകൊണ്ടാണ് ഇലഞ്ഞിയിൽ വികസനം വരാത്തത്. ഈ ഒരു കാർഷിക വൃത്തിയിൽ ഏർപ്പെടുത്തുന്ന ഒത്തിരി ആളുകൾ താമസിക്കുന്ന ഒരു പഞ്ചായത്തിൽ കർഷകർക്ക് വേണ്ടിയിട്ട് 13 കോടി മുടക്കി വന്ന ഒരു പദ്ധതി 10-15 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ തമ്മിത്തല്ല് മാത്രമാണ്. അതുപോലെ ഞാൻ വരുന്നത് ഇപ്പോൾ 8ാം വാർഡിൽ നിന്നാണ്. എൻ്റെ വാർഡിൽ ഇപ്പോഴും ടാർ ചെയ്യാത്ത വഴി കിടക്കുന്നുണ്ട്. 25 വർഷമായിട്ട് അന്നമ്മ ചേച്ചിയാണ് അവിടുത്തെ വാർഡ് മെമ്പർ. ഇപ്പോഴും നിങ്ങൾക്ക് തെളിവാണിത്. നമ്മുടെ തങ്കമണി ചേച്ചിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കാം. ആ ചേച്ചിക്ക് ഒരു വീടില്ല. ആ വീട് പണിത് കൊടുക്കുന്നത് ഇവിടുത്തെ വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പൊ ഇവര് അതിദാരിദ്ര്യമില്ല. ഇവിടെ എല്ലാവർക്കും വീട്. ഇവിടെ ഞങ്ങൾക്ക് 14 വാർഡുണ്ട്. ഈ 14 വാർഡുള്ള പഞ്ചായത്തില് 32 വീടാണ് ഇവിടെ കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഇവർ ഇത്ര നാൾ എന്ത് ചെയ്യാറെന്ന് ഈ മുന്നണികളൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇവിടെ വികസനം വേണമെങ്കിൽ BJP തന്നെ അധികാരത്തിൽ വന്ന NDA വന്നാലേ രക്ഷപ്പെടുത്തുള്ളൂ. 8ാം വാർഡിൽ ഇപ്പോഴും ടാർ ചെയ്യാത്ത റോഡുകളുണ്ടെന്നും അവിടെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് വീട് വെച്ച് നൽകുന്ന സ്വകാര്യ വ്യക്തികളാണോ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് പഞ്ചായത്തിന് ചെയ്യാൻ സാധിച്ചില്ല? തീർച്ചയായിട്ടും ടാർ ചെയ്യാത്ത റോഡുകൾ ഉണ്ടാവാം. നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ, ജൽജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കിലോമീറ്റർ റോഡുകൾ വെട്ടിപ്പൊളിച്ചപ്പോൾ പോയ റോഡുകളുണ്ട്. അതിലൊക്കെ പഞ്ചായത്ത് കിട്ടിയ ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ച് നമ്മളത് ഫണ്ട് വെക്കുകയും ടാർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ പറഞ്ഞത് വീടില്ല, അവിടുത്തെ ജനങ്ങളാണ് വീട് വെച്ച് കൊടുക്കുന്നത്. ഈ 132ഓളം വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് തന്നെ കിട്ടിയ ലഭ്യമായിട്ട് നമ്മൾ സർവേ നടത്തി പ്രയോറിറ്റി നിശ്ചയിച്ച് ആ പ്രയോറിറ്റി അനുസരിച്ച് തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവർ ഇതുവരെ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ സഹപാഠികൾ അവിടെ ചെന്നപ്പോൾ വീട് മോശമാണെന്ന് കണ്ട് അവരൊരു വീട്, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളതും എലിഞ്ഞിയിലെ ജനങ്ങളുടെ ഒരു മഹത്വം തന്നെയാണ്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here,
every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. ഒരു ചോദ്യം ആരോടാണ്? ഇവിടെ ബഹുമാനപ്പെട്ട എളഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി MP ജോസഫിനാണ് എനിക്ക് 2-3 കാര്യങ്ങൾ ചോദിക്കാനുള്ളത്. 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ജലജീവൻ മിഷന്റെ കാര്യം ഇവരെല്ലാവരും കൂടെ പറഞ്ഞു. ഇതിനകത്ത് ഈ ജലജീവൻ മിഷനിൽ കൂരുമലയിൽ സർക്കാർ ഭൂമിയുണ്ട്. അതിനകത്ത് ഞാൻ വിവരാവകാശം വെച്ച് എളഞ്ഞി വില്ലേജിൽ നിന്നും 13.5 ഏക്കർ സ്ഥലം കൂരുമലയിൽ ഉണ്ടെന്ന് വിവരാവകാശ പ്രകാരം ഞാൻ രേഖയെടുത്തതാണ്. ഇതിവിടെ നിലനിൽക്കുകയാണ്. കൂരുമലയിൽ ഭൂമിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നെല്ലൂർപാറയിലേക്ക് ഇവർ ഇത് അട്ടിപ്പറിച്ചത്. അത് ഒന്നാം തരം സർക്കാർ രേഖ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ ഫ്രെയിം ഇട്ട് വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഇതിനു വേണ്ടിയിട്ട് എളിഞ്ഞ ജനങ്ങളെ വെല്ലുവിളിച്ച് താഴേക്ക് ഇറക്കി ഇങ്ങനെ രേഖയുണ്ടെങ്കിൽ ഇവിടുത്തെ UDF നേതൃത്വത്തിലും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട MLA അല്ല മന്ത്രിക്ക് നിവേദനം കൊടുത്തല്ലോ. എന്തുകൊണ്ട് മന്ത്രി ആ സ്ഥലം ചൂസ് ചെയ്തില്ല? നമ്മൾ നിർദ്ദേശിച്ച സ്ഥലമുള്ളതാണ്. ആ സ്ഥലമുള്ള ഇനി എത്ര ഏക്കർ സ്ഥലമുണ്ട് അവിടെ പുറമ്പോക്ക് ഭൂമി എന്നുള്ളത് എനിക്കറിയില്ല. പുറമ്പോക്ക് ഭൂമി എന്നോട് ചോദിച്ച 9 ലക്ഷം രൂപ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തിനാണ്. മറുപടി പറഞ്ഞിട്ട് പറയാം. ഞാൻ പറയട്ടെ, പഞ്ചായത്ത് പോലും എലിഞ്ഞിയിലെ ഏറ്റവും ഒരു താഴ്ന്ന പ്രദേശത്ത് ഉദാഹരണമായിട്ട് എലിഞ്ഞി ടൗണിൽ പഞ്ചായത്ത് സ്ഥലം നിർദ്ദേശിച്ചാൽ അവിടെ 9 ലക്ഷം ലിറ്ററിന്റെ ടാങ്ക് വാട്ടർ അതോറിറ്റി സ്ഥാപിക്കുമോ? ഇല്ല. പഞ്ചായത്ത് സ്ഥലം നിർദ്ദേശിക്കും. അത് ശരിയായ ഭൂമിയാണോ, ടാങ്ക് സ്ഥാപിക്കാൻ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലമാണോ എന്ന് തീരുമാനിക്കുന്നത് ആ വകുപ്പിന്റെ എഞ്ചിനീയർമാരാ. അവിടെ ആ സ്ഥലം ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ആ സ്ഥലം മന്ത്രിയുടെ അടുത്ത് ഇവരടക്കമുള്ള ആൾക്കാർ 2 തവണ എലിഞ്ഞിയിൽ യോഗം ചേർന്ന്, ഞാൻ വീട് സഹിതം പറയാം ഏത് വീട്ടിലേക്ക് ചേർന്നെന്നോ, ആ വീട്ടിൽ യോഗം ചേർന്നുകൊണ്ട് മന്ത്രിയുടെ അടുത്ത് നിർദ്ദേശിച്ചു. എന്തുകൊണ്ട് മന്ത്രി അത് വേണ്ട എന്ന് പറഞ്ഞു? അതാണ് ഞാൻ പറയട്ടെ. കേരള കോൺഗ്രസ് എമ്മിന്റെ മണ്ഡലം പ്രസിഡന്റും CPIM ലോക്കൽ സെക്രട്ടറിയും CPI ലോക്കൽ സെക്രട്ടറിയും അടക്കമുള്ളവർ ഞങ്ങൾ പോയി ഒരു സ്ഥലം CSI പള്ളിയുടെ അവിടെ നിർദ്ദേശിച്ച ഒരു സ്ഥലത്തിന് വേണ്ടി
വേണ്ടിയിട്ട് കോട്ടയത്ത് CSI മധ്യ കേരള മഹായിടവിയിലെ ബിഷപ്പിനെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടു ആ സ്ഥലത്തിന് വേണ്ടിയിട്ട്. ആ സ്ഥലം കിട്ടാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ടാങ്ക് സ്ഥാപിച്ച സ്ഥലത്ത് ഈ ടാങ്ക് സ്ഥാപിക്കാനായിട്ട് തീരുമാനമെടുത്തത്. അദ്ദേഹത്തിന്റെ ചോദ്യം എന്ന് പറയുന്നത് ആ സ്ഥലം അവിടെ ഇല്ലായിരുന്നു എന്ന് പറയും, വിവരാവകാശം വെച്ച് അദ്ദേഹം ആ സ്ഥലം കണ്ടെത്തുകയും ചെയ്തു. ഇല്ലായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഇവര് കണ്ടെത്തിയെങ്കിൽ ഇവരത് നിർദ്ദേശിച്ച് മന്ത്രിക്ക് ഇത് വേണം കൊടുത്ത് മാറ്റണമെന്നേ. പഞ്ചായത്തല്ലേ ഏത് പദ്ധതി, ഏത് സർക്കാർ പദ്ധതി, കേന്ദ്ര സർക്കാർ കേരള സർക്കാർ പദ്ധതി, ഏത് പദ്ധതി വന്നു കഴിഞ്ഞാലും അത് പഞ്ചായത്തിലേക്ക് വന്നിട്ട് പഞ്ചായത്ത് അധികൃതരാണ്, പഞ്ചായത്ത് ഭരിക്കുന്നവരാണ് ഫീസിബിലിറ്റി കൊടുക്കുന്നത്. പഞ്ചായത്ത് ഫീസിബിലിറ്റി കൊടുക്കാത്ത ഒരു പദ്ധതി വളരെ തെറ്റായ ആരോപണമാണ്. 42 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതിയായ ജൽജീവൻ മിഷൻ പദ്ധതിക്ക് ഫീസിബിലിറ്റി കൊടുക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് എന്ന് പറയുന്നത് ആൾക്കാരെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. രണ്ടാമത് ഇവിടെ ഇതൊരു ഒരു വിഷയം കടന്നു. അദ്ദേഹം തന്നെ ആദ്യമേ അവതരിപ്പിച്ച ഒരു കാര്യം, 132 വീടുകൾക്ക് ലൈഫ് മിത്യതയിലും 32ഓളം വീടുകൾക്ക് PMAYയിലും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എളഞ്ഞി ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലകളിൽ 2 അതായത് ഇപ്പം നഗരി എന്നാണ് പറയുന്നത്, പഴയ കോളനികളെ, ആ 2 കോളനികളുടെ പേര് ഞാൻ എടുത്ത് പറയാം. ഉരുളിച്ചാലി കോളനിയും പുതിയ ഉരുളിച്ചാലി നഗരയും പുത്തൻ നഗരിയും. ഏകദേശം ഒരു ഉള്ളിച്ചാലിയിൽ മാത്രമേ ഏകദേശം ഒരു 30ഓളം ആളുകളുണ്ടായിരുന്നു. അപ്പം ഞാനൊരു ദിവസം അവിടുത്തെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ ശ്രീ ഡോജിൻ ജോൺ ഒരു പേഷ്യൻറ്റിനെ അവിടുന്ന് പെട്ടെന്ന് പുറത്തെത്തിക്കണം, വളരെ കിടപ്പുരോഗ അവസ്ഥയിലായി, അതായത് ആസന്നമായ ഒരു അവസ്ഥയിലെത്തി. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എളഞ്ഞി ഹോസ്പിറ്റലിലെ ആശാപ്രവർത്തകരും നഴ്സുമാരും അങ്ങനെയുള്ള ആളുകളും ബ്ലോക്ക് മെമ്പറും കൂടി, അത് ഒരു ഊർക്കാപ്രദമായ പ്രദേശമാണ്, നടന്ന് ഒരുമാതിരിപ്പെട്ടവർക്ക് കയറി വരാൻ പറ്റില്ല. അവിടുത്തെ ഒരു പേഷ്യൻറ്റിനെ പുറത്തെത്തിക്കാൻ കഷ്ടപ്പെടുകയാണ്. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞത്, എടാ ഇത്രയും വീടുകൾക്ക് ഒന്നിനും രേഖകളില്ല, 40-40 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് രേഖകളില്ല. ഇതിന് കാരണം ഞാനൊരു പൊതുപ്രവർത്തകനാണ് ഞാനും. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതിൻ്റെ രേഖകൾ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇറങ്ങി എളഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ ഇതുപോലെ എന്നെ വിവരാശം വെച്ചു. എനിക്ക് കിട്ടി. ചെതലരിച്ച 40 വർഷമായിട്ട് എളഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ ചെതലരിച്ചുകൊണ്ടിരുന്ന അവിടുത്തെ ഒറിജിനൽ ആധാരവും പട്ടയവും. ഇവർ പറഞ്ഞിരുന്നത് സംസ്ഥാന സർക്കാർ പട്ടയം തരുന്നില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഒറിജിനൽ ആധാരവും ഒറിജിനൽ പട്ടയവും എളഞ്ഞി ഗ്രാമപഞ്ചായത്തിന് ചെതലരിക്കുമായിരുന്നു. എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് വിവരാശ രേഖ. വേണമെങ്കിൽ 10 മിനിറ്റുള്ളിൽ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഇവിടെ കാണിക്കാം. തർക്കമുണ്ടെങ്കിൽ അവർ പറയട്ടെ. മറുപടി പറഞ്ഞു. ഈ ഉരുളിച്ചാലി കോളനിയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി അനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് എല്ലാ രേഖകളും സബ്മിറ്റ് ചെയ്യുകയും ആ വാർഡ് ഉൾപ്പെടുന്ന മെമ്പർ അടക്കമുള്ളവർ, ആ മെമ്പർ ഇവിടെ ഇരിപ്പുണ്ട്, ആ വാർഡ് ഉൾപ്പെടുന്ന മെമ്പർ അടക്കമുള്ളവർ അവർക്ക് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ച് അവിടെ കൊണ്ടുപോയി പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും നിരവധി തവണ താലൂക്ക് ഓഫീസിൽ പോയി പട്ടയമേളയിൽ പങ്കെടുത്ത് ഈ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അവർക്ക് മുഴുവൻ പട്ടയം കൊടുത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതിയായി ഇരിക്കുന്നത്. നടന്ന നവകേരള സദസ്സിൽ പിറവത്ത് നടന്ന നവകേരള സദസ്സിൽ ഈ വിഷയം ഞാനടക്കമുള്ള ആളുകൾ, ശ്രീ ബ്ലോക്ക് മെമ്പർ അടക്കമുള്ള ആളുകൾ രേഖാമൂലം മന്ത്രിക്ക് പരാതി കൊടുത്തു, റവന്യൂ വകുപ്പിന് കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് പട്ടയം കിട്ടി. അവരൊന്നും ചെയ്തില്ല, ഇപ്പോഴും കൊടുക്കാത്തുണ്ട്. നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്ത ആരാണ്? ഞങ്ങളാണ് കൊടുത്തത്. ഈ പട്ടയം കൊടുത്തത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആണ്. അതിന്റെ നടപടിക്രമങ്ങൾ നടത്തിയത് ഇവർ നടത്തിയെന്നുള്ളതാണ്. ഈ ഭരണസമിതി അതിനുവേണ്ടി നടപടിക്രമങ്ങൾ നടത്തിയെന്നുള്ളതാണ്. ഞങ്ങൾ കൊടുത്തിട്ടാ ലോകത്ത് ഏതെങ്കിലും പഞ്ചായത്ത് പട്ടയം കൊടുത്തിട്ടുണ്ടോ? പട്ടയം കൊടുക്കാൻ അധികാരം ആർക്കാ? പെട്ടെന്ന്. അതുപോലെ വീടുകൾ കൊടുത്തു എന്ന് പറയുന്നു. 2 കാര്യോട്. ഒന്ന്, ഇദ്ദേഹം കൊടുത്ത വീടുകൾ ഏറ്റവും അതികൂടുതലുമായ രോഗമുള്ള ആളുകൾക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ വീടിന് മുൻഗണനയുണ്ടെന്ന് പറയുന്നത്. ഇദ്ദേഹം പ്രതിപാദിക്കുന്ന ഒരു വാർഡില് ഒരു വീട്ടമ്മയ്ക്ക് ക്യാൻസർ പേഷ്യന്റ് അവരുടെ ഞാനവർ അസുഖം പറയാം, അവർക്കൊരു വീടിന് വന്നു കഴിഞ്ഞപ്പോൾ അവർ പിന്തള്ളപ്പെട്ടു പോയി, അവർക്ക് കിട്ടിയില്ല. ഗ്രാമസഭ കൂടിയപ്പോ അവർക്ക് വനിതകൾ ഇദ്ദേഹത്തെ വളഞ്ഞു വെച്ച് തല്ലിയില്ലെന്നേ ഉള്ളൂ. ഇദ്ദേഹമാണോ ഇവിടെ നിന്ന് വീമ്പിളക്കണത്? പിന്നെ ഇവിടെ 10-ാം വാർഡില് ഒരു വീട്ടുകാർ 50 സെന്റ് സ്ഥലം ലൈഫ് ഭവന പദ്ധതിയിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ എളഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ സൗജന്യമായിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇവരെന്തേ കൊടുക്കാത്തത്? അതുപോലെ 2-ാം വാർഡില് ലൈഫ് ഭവന ഇതുപോലെ സ്വകാര്യ വ്യക്തികൾ കൊടുത്ത സ്ഥലം
ആ സ്വകാര്യ വ്യക്തി കൊടുത്ത സ്ഥലത്തെ ഏകദേശം 1 ഏക്കർ സ്ഥലം 2 ഏക്കർ സ്ഥലം എങ്ങോട്ടോ ഉണ്ട്. അവിടുത്തെ മണ്ണെടുത്ത് കൂട്ടത്തോടെ വിറ്റ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ പുട്ടടിക്കുകയത്. സ്ഥലം കൊടുത്ത ആൾക്ക് അത് കൊടുത്തില്ല, ആ വീട്ടുകാർക്ക് കിട്ടിയില്ല, ആ വീടിന് തറ ഫില്ല് ചെയ്യാൻ പോലും. നിരവധി ഒരുപാട് ആരോപണങ്ങളുണ്ട്. മറുപടിയാണോ? അതിന് മറുപടിയാണോ? പറയാം. ഓക്കെ നമുക്ക് മറുപടി പറയാം. ചേട്ടൻ മൈക്ക് തരാം. പ്ലീസ് പറഞ്ഞോ. സ്നേഹമുള്ളവരെ, മൈക്ക് തരാം. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇത് ഈ മറുപടി ഒന്ന് കേട്ടിട്ട് മൈക്ക് അങ്ങോട്ട് വരാം. ഇതൊന്ന് കേട്ടെ പറഞ്ഞോ. എല്ലാവർക്കും നമസ്കാരം. പ്ലീസ് പ്രശാന്ത് പറഞ്ഞ ഒരു അക്കാമ്മ ചേച്ചി എന്ന മാരിക്കാക്കുന്നേൽ അക്കാമ്മ ജോയി 1 ഏക്കർ സ്ഥലം 14 വീടുകൾക്കും അതുപോലെ തന്നെ ഒരു അംഗൻവാടിക്കും ദാനം ചെയ്യുകയുണ്ടായി. ആ സ്ഥലത്ത് പൊതുവായിട്ട് 14 പേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഞാനും അവരെ 14 പേരെ ഇപ്പം വിളിച്ചാൽ ഞാൻ അവരുടെ കൂടെ നിൽക്കാം. കാരണം ഇപ്പം ഇവിടെ വിളിച്ചാൽ അവിടെ നിൽക്കുക. അവരെ 14 പേരെ ഇവിടെ വിളിക്കുക. അതിനുശേഷം അവിടെ മണ്ണെടുത്ത എത്ര JCBക്കാർ അവിടെ വന്ന് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മനോജ്, രണ്ടാമത് ജെയിംസ് എടുത്തു, പിന്നെ പിറവങ്കാർ അവിടെ ഉണ്ട്. അവിടെ പറയട്ടെ മറുപടി പറഞ്ഞിട്ട് പറയുന്നതിന് ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രം പറയുക. അവിടുത്തെ നമ്മുടെ ജെയിംസ് മനോജിനെ വിളിക്കുക, നമ്മുടെ സിബിനെ വിളിക്കുക, പിന്നെ മേബിൾ എന്ന് പറയുന്ന വ്യക്തി പിറവങ്കാരനെ സെപ്പറേറ്റ് വന്ന് മണ്ണെടുത്തു. ജിനീഷ് എന്ന് പറയുന്ന വ്യക്തി അവരെ സെപ്പറേറ്റ് വിളിച്ച് മണ്ണെടുത്തു. അവിടെ 7 പേര് നമ്മുടെ അനുവാദം ഇല്ലാതെ ആ പറമ്പിൽ നിന്ന് മണ്ണെടുത്തു. ഇവിടെ ഇപ്പം ഈ 14 പേരെയും വിളിച്ച് അവിടെ നിൽക്കുക. ഇവിടെ ഈ 14 പേരെ അവിടെ നിൽക്കുക. ആ 14 പേരെ ഇവിടെ നിങ്ങൾ വിളിച്ച് അതിന്റെ അകത്തുനിന്ന് ഒരു 5 പൈസ മേടിച്ചിട്ട് നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ ഞാൻ ഈ സമയത്ത് രാജിവെക്കും. പിന്നെ അതുമല്ല, അവിടെ 8 വീടുകൾക്ക് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വകയായിട്ട് 8 വീടുകൾ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ സ്മാർട്ട് അംഗൻവാടിക്ക് 37.5 ലക്ഷം രൂപ അനുവദിച്ച് അവിടെ കല്ലിടിയിൽ ചടങ്ങ് നടത്തുകയും ചെയ്തു. ഞാൻ ആ മണ്ണടിച്ചതിന് കിട്ടിയ റോയൽറ്റി ഗ്രാമപഞ്ചായത്ത്. രണ്ട് കാര്യം മാത്രം പറഞ്ഞാൽ നിർത്തിക്കോളാം. ഞാൻ ഓർഡറാണ്, ഈ പഞ്ചായത്തിലെ ഓർഡറാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ അനിയം വാവ ചേട്ടൻ മാവ, ചേട്ടൻ മാവ അനിയം മാവ. ഈ ഭക്ഷണം കഴിക്കുന്ന അരിയാഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ഇവരുടെ വാണിയാത്തിയും കളയുന്ന ഒരു പഴയ ഭാഷ പറയും. അതവിടെ നിൽക്കട്ടെ. നമ്മൾ കാര്യത്തിലേക്ക് ഓടിയാണ്. നിലവിൽ ഇലഞ്ഞി പഞ്ചായത്തിൽ 4 ജില്ലകളെ സംയോജിക്കുന്ന പഴം പച്ചക്കറി സംസ്കരണശാല 44 കോടി രൂപ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ എല്ലാ ജനങ്ങളുടെയാണ്. ഈ ഇടതിനും പറ്റിയിട്ടില്ല, ഈ ഭരണം ഭരിക്കുന്ന പഞ്ചായത്തിനും സാധിച്ചില്ല. പിന്നെ ഇവരുടെ ഭരണം എന്താ? ഒന്ന് അതിന്റെ ചെലവ് 44 കോടി. രണ്ടാമത്തെ കാര്യം, ഇലഞ്ഞിയിലെ അതുപോലെ കിഴക്കൻ സംസ്ഥാനം എന്ന് പറയുന്ന ശബരിമലയിലേക്ക് പോകുന്ന റോഡ്, അതായത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇരിക്കുന്ന ഇലഞ്ഞി പൊറോനപ്പള്ളിയുടെ വാതുക്കൽ എത്ര സ്ത്രീകളും കുഞ്ഞുങ്ങളും സ്കൂട്ടറുകളും ഉണ്ട്. ഒരു ചെറുപേരിൽ ഇവർക്ക് അനങ്ങാൻ പറ്റുണ്ടോ? ഇവരുടെ ഭരണം എന്താണ്? അതിനൊരു മറുപടി പറയട്ടെ. അതായത് ദേശീയപാത പോലെ പോകുന്നതാണ് നമ്മുടെ ശബരിമലയിലേക്ക് അയ്യപ്പന്മാർ ഭക്തന്മാർ പോകുന്നതാണ്. അതുപോലെ കുറവലങ്ങാട് കൊറോന പള്ളിയിലേക്ക് പോകുന്നതാണ്, പരിമലപ്പള്ളിയിലേക്ക് പോകുന്നതാണ്. നിങ്ങൾ ഇപ്പം എൻ്റെ കൂടെ പോന്നു ഇലഞ്ഞിയുടെ സംക്രമ ഭാഗത്ത് തെറിക്കാതെ പോകുവാണ്. ഇവരുടെ എന്ത് പറയണത് ഞാൻ അവർ പറയട്ടെ, മറുപടി പറയട്ടെ. ചേട്ടൻ മാവ അനിയം മാവ. റോഡിന്റെ വികസനം അല്ലേ, അതിനെന്താണ് മറുപടി? പെട്ടെന്ന് അതിനുള്ള മറുപടി. ഇവിടെ ഇപ്പോൾ ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഇലഞ്ഞിയുടെ വികസനം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എറണാകുളത്ത് നിന്നും ശബരിമലയിലേക്ക് പോകുന്ന അതായത് വടക്ക് സ്ഥലത്ത് നിന്ന് ശബരിമല അയ്യപ്പന്മാർ ധാരാളം ഉപയോഗിക്കുന്ന ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണിത്. നമുക്കറിയാം, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയിലൂടെ മാത്രമേ ഈ ഹൈവേ നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് പറ്റൂ. കേന്ദ്ര ഗവൺമെൻറ് ഉപരിതല ഗതാഗത വകുപ്പ്, ഉപരിതല ഗതാഗത വകുപ്പിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷക്കാലവും ഇവിടെ ഉണ്ടായിരുന്ന MP അതിനു വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട ശ്രീ K. ഫ്രാൻസിസ് ജോർജ് MP ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കി കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട്. അതായത് എറണാകുളത്ത് മരടിൽ നിന്ന്
അങ്കമാലിക്ക് ആരംഭിക്കുന്ന ഒരു പുതിയ കോറിഡോർ ഉണ്ടല്ലോ, ആ കോറിഡോറിൽ നിന്ന് ശബരിമലയിലേക്ക് ഒരു ഓപ്പൺ കിട്ടത്തക്ക രീതിയിൽ, അതായത് പുത്തൻകുരിശ് ആ ഭാഗത്ത് ഒരു ഓപ്പൺ കിട്ടത്തക്ക രീതിയിൽ എലഞ്ഞി, ഉഴവൂര്, രാമപുരം വഴിയാണെന്ന് എനിക്ക് തോന്നുന്നു അതിന്റെ രൂപരേഖ, അങ്ങനെ ഒരു രൂപരേഖ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ നിമിഷം നാളെയോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, NH-ഉമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്റ്റ് ആണ്. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ 10 വർഷമായിട്ട് കിടക്കുന്ന ഒരു റോഡുണ്ട്, നമ്മുടെ PMGSY പെട്ട ഒരു റോഡ്. ഒരു ചെറുവില മിറ്റിൽ തട്ടിയിട്ട് ആൾക്കാർക്ക് ഇതിൽ നടക്കത്തില്ല. അതിന്റെ കോൺട്രാക്ടർ അത് ഇട്ടിട്ട് പോയി അവസാനം വളരെ പ്രക്ഷോഭനം നടത്തി. ഇതിനു മുമ്പ് ഇരുന്ന് MP ബ്ലോക്ക് പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിച്ചു. 2 മാസത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നു പറഞ്ഞു, ഒന്നും ചെയ്തില്ല. അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് പ്രസിഡന്റും അവിടുത്തെ പ്രസിഡന്റും അടക്കമുള്ളവർ ബന്ധപ്പെട്ട് ആ കോൺട്രാക്ടറെ ഡീബാർ ചെയ്ത് അയാളുടെ സർവ്വ ബാധ്യതകളും ഒഴിവാക്കി പുതിയ ആളെ കൊണ്ട് എഗ്രിമെന്റ് വെപ്പിച്ച് ഇവിടെ അവിടെ റോഡ് പണി തുടങ്ങാൻ പോകും. ചോദിക്കാൻ ഇവിടെ എന്ത് വികസനം ഇവിടെ ഒന്ന് പറയാമോ? എന്റെ 10-ാം വാർഡില് ഒരു യാക്കോബറ്റുകാരൻ ലാലു എന്ന് പറയുന്ന ഒരു വ്യക്തി 50 സെന്റ് സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തു. അവിടെ ഒരു വീട് പണിത് കൊടുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചോ? ഇവരുടെ കയ്യിൽ പൈസ കൊടുത്ത് പണിയേണ്ട കാര്യമില്ല, ചുമ്മാ കൊടുത്ത സ്ഥലമാ. അതിന് പഞ്ചായത്തിന് ഫണ്ടുണ്ടോ? വീട് വെക്കാനുള്ള ഫണ്ടുണ്ടോ? എവിടെ ഫണ്ട് ഉണ്ടാവും? തിന്നു കുടിച്ചാൽ ഫണ്ട് ഉണ്ടാകില്ല. പിന്നെ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ കടത്തി ചികിത്സ ഏറ്റവും അത്യാവശ്യമാണ്. വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ എന്റെ 10-ാം വാർഡിലെ മെമ്പറായിരുന്ന മാജി സന്തോഷ് എനിക്ക് ഉപകാരം ചെയ്തു. എന്റെ വഴി ഒരു വഴി വണ്ടി കയറത്ത് വഴിയായിരുന്നു. മാജി സന്തോഷ വഴിക്ക് എനിക്കത് കോൺക്രീറ്റ് ചെയ്തു തന്നു. അതുപോലൊരു സന്നദ്ധ കാണിക്കാൻ ഈ UDF പ്രവർത്തകരോ ഒന്നും സാധിക്കും. ആ മെമ്പർ ഏത് പാർട്ടിയാ? ആ മെമ്പർ CPI. അവിടെ ഭരണമല്ല നോക്കുന്നത്. ചേട്ടന് രാഷ്ട്രീയമുണ്ടോ? ചേട്ടന് രാഷ്ട്രീയമുണ്ടോ? എനിക്ക് രാഷ്ട്രീയമുണ്ട്. UDF ആണോ? പക്ഷെ വേറെ തെറ്റ് കണ്ടാൽ തെറ്റാണ് ഞാൻ പറയും. അതാണ് വേറെ കാര്യം. ഇവിടെ എല്ലാവർക്കും പോരാന്ന് പറഞ്ഞു. വാട്സപ്പിൽ ഞാൻ കാണാറുണ്ട്. അതായത് കോഴിക്കുഞ്ഞ് വിതരണം, കോഴിക്കൂട് വിതരണം, പച്ചക്കൈ തൈ വിതരണം, തെങ്ങിൻ തൈ വിതരണം, ഇതൊക്കെ നമുക്ക് നഴ്സറി പോയി കിട്ടും. പക്ഷേ ജനങ്ങളുടെ ആവശ്യം അതല്ല, വെള്ളം വഴി കറണ്ട്, ഇതാണ് പ്രാധാന്യം. അത് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ ഇനി ഈ 2025 ഇങ്ങനെ ഒരു ഭരണാധികാരി വേണ്ട, രാജിവെച്ച് പോവുകയാണ് ഏറ്റവും. ചേട്ടൻ പാർട്ടി മാറാൻ തയ്യാറാണോ? ഞാൻ പാർട്ടി മാറുന്നത്, ഞാൻ UDF പ്രവർത്തകനാണ്. പറഞ്ഞു പെട്ടെന്ന്. പഞ്ചായത്തിന്റെ ഭരണസമിതിയുടെ ഒരു പ്രത്യേക താല്പര്യപ്രകാരമാണ് ലൈഫ് ഭവന പദ്ധതിയിൽ 130, അത് 1.5 കോടി രൂപ നബാർഡിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ 132 വീടുകൾ കൊടുത്തേക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ 50 വീട് പോലും LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ കൊടുത്തിട്ടില്ല. അതുകൂടി അന്വേഷിച്ചിട്ട് നമ്മൾ ദാനമായി കിട്ടിയ സ്ഥലമുണ്ട്. ഇതിനകത്ത് അപേക്ഷ വെച്ചാണല്ലോ വീടുകൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ദാനമായിട്ട് കിട്ടിയ ബാക്കിയുള്ളവർക്ക് വീടുകൾ കൊടുത്താൽ സ്ഥലം പ്ലോട്ട് ചെയ്ത് തിരിക്കുന്ന പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കും. പ്രയോറിറ്റി അനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം പെട്ടെന്ന് ആയിക്കോട്ടെ. ആരോടാണ് ചോദ്യം? ആരോപണമല്ല, ജസ്റ്റ് ഒരു എൻക്വയറി ആണ്. ഒന്ന് സൈലന്റാക്കി പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു. BJPയുടെ സഖ്യകക്ഷിയായ BD ജയേഷിന്റെ ഒരു പ്രതിനിധിയാണ് ഞാൻ. അപ്പൊ ഞാൻ ഇവിടെ LG ടെക്നിക്കൽ സ്കൂളിലെ അധ്യാപകനായിരുന്നു ഞാൻ 1982 മുതൽ. പക്ഷേ അന്ന് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരെ പോലെ നമ്മുടെ KM മാണി സാറും PJ ജോസഫും T ജേക്കബും അന്ന് മന്ത്രിമാരാണത്. അത് പ്രധാനപ്പെട്ട പോർട്ടുഫോളിയൊക്കെ അവരുടെ കയ്യിലായിരുന്നു, ധനകാര്യവും റവന്യൂവും എല്ലാം. പക്ഷേ എത്ര വർഷമായി അത് ഇന്ന് എവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഈ പഞ്ചായത്ത് ഇങ്ങോട്ട് കുറെ സ്ഥലം എടുത്തിട്ടുണ്ടെന്നാണ് കേട്ടത്. അത് എവിടം വരെ എത്തിയിട്ടുണ്ടെന്ന് ഒന്നറിയാൻ ആഗ്രഹമുണ്ട്. കേട്ടോ, ടെക്നിക്കൽ സ്കൂളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. JTS അല്ലേ സാറേ? പറഞ്ഞു. JTSനെ സംബന്ധിച്ച് ഞാനിവിടെ ഒരു ആരോപണമായിട്ട് ഉന്നയിച്ച കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട സാർ ഇവിടെ പറഞ്ഞത്. കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായിട്ട് എലഞ്ഞിയുടെ ഒരു അഭിമാനമായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് JTS. ഈ JTSന് സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നടപടിക്രമങ്ങൾ PJ ജോസഫ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ചെയ്തതാണ്. PWയുടെ കല്ല് കൊണ്ടുവന്നിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ചെയ്തതാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി റിട്ട് കൊടുത്ത് ആ സ്ഥലം ഏറ്റെടുക്കുന്നത് തടഞ്ഞതാണ്.
അതിനുശേഷം ഇന്ന് വരെ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെറുവിരലടക്കി എവിടെയെങ്കിലും സ്ഥലം മേടിക്കാൻ സാധിച്ചു? ഇവിടെ ടെക്നിക്കൽ സ്കൂളുമായി ബന്ധപ്പെട്ട് മാധവൻ സാർ സംശയം ചോദിച്ചു. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 5 വർഷക്കാലമായി ദർശനയിലുള്ള ഒരു 5 ഏക്കർ സ്ഥലം അത് അക്വയർ ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം ആ സ്ഥലം അക്വയർ ചെയ്യുന്നതിന് വേണ്ടി 1.5 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. അത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് കൈമാറി കഴിഞ്ഞു 1.5 കോടി രൂപ. അതിന് പിന്നീട് വന്നൊരു സാങ്കേതിക തടസ്സം, 5 ഏക്കറാണ് സ്ഥലം, 3 ഏക്കറാണ് സാധാരണ ടെക്നിക്കൽ സ്കൂളിന് അനുവദിക്കാൻ കഴിയൂ. അത് 9.5 കോടിക്ക് താഴെയായിരിക്കണം. അതുകൊണ്ട് ഇത് 5 ഏക്കറിലുണ്ട് 15 കോടി രൂപയാണ് അതിന് ആവശ്യം വരുന്നത്. ഈ സാങ്കേതിക തടസ്സം മാറാൻ ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടമ ഈ 9.5 കോടി രൂപയ്ക്ക് ഈ 5 ഏക്കറും തരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നിവേദനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് 1 മാസം മുമ്പ് ഞങ്ങൾ കൊടുത്തതാണ്. അതോടെ പറയുന്നു, താങ്കൾ അങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഞാൻ ഇടപെട്ട കാര്യങ്ങളാണ് കൃത്യമായി ഞാൻ പറയുന്നത്. ഒരു പേരുടെ പറഞ്ഞത് ഇവിടെ പട്ടയത്തിൻ്റെ ഒരു വിഷയം പറഞ്ഞു. പട്ടയം എറണാകുളം ഗ്രാമപഞ്ചായത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. 2.5 ലക്ഷം പേർക്ക് സംസ്ഥാന ഗവൺമെൻറ് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി വില്ലേജ് ഓഫീസറോട് പേപ്പറുകൾ സമാഹരിച്ച് തരാൻ പറഞ്ഞു. പട്ടയമില്ലാത്തവരുടെ പഞ്ചായത്തിനോടും പറഞ്ഞു. പട്ടയമില്ലാത്തവരുടെ ഫയലുകൾ എടുത്ത് പരിശോധിച്ചു. അങ്ങനെ എറണാകുളത്ത് എല്ലാ കളക്ട്രേറ്റിലും വെച്ചുകൊണ്ട് കേരളത്തിലെ 2.5 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു. അതിൻ്റെ ഭാഗമായി ഈ പട്ടയം കൊടുത്തെങ്കിൽ അത് ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ് ആവശ്യപ്പെട്ടുകൊണ്ടും ഗവൺമെൻറ് പ്രതികൾ ആവശ്യപ്പെട്ടുകൊണ്ടും സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായതുമാണ്. ഒന്നുകൂടെ പറയാം, കഴിഞ്ഞ ദിവസം വില്ലേജ് ഓഫീസർ വന്നു എറണാകുളം ഗ്രാമപഞ്ചായത്തിൽ. ഇനി പട്ടയമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ കണ്ടുപിടിക്കാനാ. അങ്ങനെ 2 വീടുകൾ കണ്ടുപിടിച്ചു. അതിലൊരു വീട് എൻ്റെ വാർഡിലാണ്. ആ വീട്ടിൽ കൊണ്ടുപോയി പട്ടയം കൊടുത്ത് വില്ലേജ് ഓഫീസർ. ഇനി 1-2 വീടുകൾ കൂടി ഉള്ളൂ. ഗവൺമെന്റിന്റെ നയമാണ്, ഒരു ഗ്രാമപഞ്ചായത്തിന്റെ മിടുക്കല്ലത്. ഈ ഗവൺമെന്റ് 2.5 ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു. ടെക്നിക്കൽ ഹൈസ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ അകത്ത് ടെക്നിക്കൽ ഹൈസ്കൂളിന് സ്വന്തമായി കെട്ടിടം പണിയാനോ സ്ഥലം ഏറ്റെടുക്കാനോ കഴിയാത്തത് ഇവിടുത്തെ പഞ്ചായത്തിന്റെയും MLA-യുടെയും കാലങ്ങളായിട്ട് ഇവിടെ MP ആയിട്ടിരിക്കുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റ്, ഈ 2 മുന്നണികളുടെയും നേതൃത്വത്തിന്റെ കഴിവില്ലായ്മ. പറഞ്ഞു സ്ഥലം അക്വയർ ചെയ്യുന്ന നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നു. സാങ്കേതിക തകരാറുകൾ പ്രശ്നങ്ങളുണ്ടോ എന്ന് പറയുന്നു. ചോദ്യത്തിലേക്ക് ചോദിച്ചോ. ആരോടാണ്? ഒരു നിയമസഭയിൽ ഒരു ആരോപണം ഉന്നയിച്ച് ഒരു ഫണ്ട് ആവശ്യപ്പെടാൻ ഈ MLA തയ്യാറായിട്ടില്ല. ടെക്നിക്കൽ സ്കൂളിന് വേണ്ടി ഒരു നിയമസഭയിൽ ഒരു നിവേദനം സമർപ്പിക്കാൻ നമ്മുടെ കളിസ്ഥലം ഇടമലയായി. കഴിഞ്ഞ കേരളോത്സവത്തിൽ ഏതൊക്കെ പരിപാടി അവിടെ വെച്ച് നടത്തി? രണ്ടാമത്തെ ചോദ്യം, ശ്രീ സ്റ്റാലിനെ അനുവദിച്ച റോഡിൽ 2 കൊല്ലമായി വഴിയില്ലാത്ത നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം നടത്തിയെന്ന് പറഞ്ഞു. ആ റോഡിൽ ഒരു പണി പോലും നടത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ അതിലെ പോയതാ. എന്തുകൊണ്ട് നടത്താതെ? ഉദ്ഘാടനം വലിയ മാമാങ്കം നടത്തി, ഉദ്ഘാടനം 2ാമത് നടത്തി. ആ പണി ഇടമലയായി. അവിടെ നോട്ടീസ് അടിച്ച് പോസ്റ്റർ അടിച്ചു കൊടുത്തിട്ടില്ല അവിടെ. അപ്പൊ കളിസ്ഥലം എന്തൊക്കെയായി, അവിടെ എന്തൊക്കെ മത്സരങ്ങൾ നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. കളിസ്ഥലത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾക്ക് മറുപടി പറയാനായിട്ട് സാധിക്കും. ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരമേറ്റ് ഏതാനും നാളുകൾക്ക് ശേഷം ഞാൻ, ബഹുമാനപ്പെട്ട ജോർജ് ചമ്പമല മെമ്പർ അടക്കമുള്ള ആൾക്കാർ പഞ്ചായത്തിൽ നിന്ന് റെസൊല്യൂഷൻ പാസ്സാക്കി കളിസ്ഥലത്തിലെ സ്ഥലം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് MVP-യുടെ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മന്ത്രിയെയും അതുപോലെ തന്നെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയെയും ഞങ്ങൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നേരിട്ട് പോയി കണ്ടു. എന്തായിരുന്നു മറുപടി? നേരിട്ട് കണ്ടു. പരിശോധിക്കാം, നിങ്ങൾ ഫയലുകൾ അയക്കാൻ പറഞ്ഞു, പേപ്പറുകൾ അയക്കാൻ പറഞ്ഞു. അതനുസരിച്ച് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം പിറവത്ത് MVP-യുടെ സെക്ഷൻ ഓഫീസിൽ പോയി അവിടുന്ന് അനുകൂല തീരുമാനമെടുത്തു. അത് കഴിഞ്ഞ് മൂവാറ്റുപുഴ AXC-യുടെ ഓഫീസിൽ പോയി അനുകൂല തീരുമാനമെടുത്തു. അവിടെ നിന്നും ഫയൽ നമ്പർ 1324/2024 ആയിട്ട് പ്രോജക്റ്റിൻ്റെ അടുത്തോട്ട് 26/7/2024 മൂവാറ്റുപുഴ AXC ഈ ഫയൽ അയച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഫയൽ അവിടെ ഇരുന്നതല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അവരാണ് ഇപ്പോൾ കളിസ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് ഞങ്ങൾ ചെയ്ത കാര്യം എന്താണെന്ന് പറയാം. പഞ്ചായത്ത് കമ്മിറ്റി ആർജവത്തോടു കൂടി തന്നെ പറയാം, 13 മെമ്പർമാരും ഒന്നിച്ചു പോയി നിന്ന് ഫോട്ടോ എടുത്തതാ, ഇത് പഞ്ചായത്തിന്റെ കളിസ്ഥലമാണെന്ന് പറഞ്ഞ്. അതിനകത്ത് ഞങ്ങൾ ഒരു രാഷ്ട്രീയം കണ്ടിട്ടില്ല. കോൺഗ്രസ് എന്നോ LDF എന്നോ അല്ലെങ്കിൽ UDF എന്നോ LDF എന്നോ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ 13 പേരുടെ അഭിമാനത്തോടു കൂടി പോയി നിന്ന് പഞ്ചായത്തിന്റെ കളിസ്ഥലം അവിടെ ഉദ്ഘാടനം ചെയ്തതാ. എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അന്നേരം പറയണ്ടേ? പക്ഷേ അന്ന് പഞ്ചായത്ത് സ്വന്തമായിട്ട് റിസ്ക് എടുത്തുകൊണ്ട് അവിടെ സ്ഥലം നിരത്തി ഫുട്ബോൾ കളിക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
ഇനിയും അടിസ്ഥാനപരമായിട്ട് അത് ഒത്തിരിയേറെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഞങ്ങൾ കൊണ്ടുപോകും. UDFന്റെ ഭരണസമിതി അടുത്ത തവണ പഞ്ചായത്തിൽ വന്നാൽ കേരള സംസ്ഥാനത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയെ കൊണ്ട് MVIPയുടെ സ്ഥലം ഇലഞ്ഞി പഞ്ചായത്തിന് കളിസ്ഥലം അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട് ഉത്തരവ് ഞങ്ങൾ പുറപ്പെടുവിക്കും. ചോദ്യം ആരോടാണ് ചോദ്യം? ഓക്കെ, ഒരു റോഡിന്റെ വിഷയം. ഏത് റോഡായിരുന്നു? ഞാൻ അതിലേക്ക് വരാം. ആ ചോദ്യം പെട്ടെന്ന്. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഭരണം ആഘോഷമായിട്ട് നടക്കുകയാണ്. തിന്നുന്നിടത്ത് വിസർജിക്കുന്ന ഒരു ഭരണമാണ് ഇവർ രണ്ടു കൂട്ടരും കാഴ്ചവെക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണം 5 വർഷം തീർന്ന് സലാം പറയുന്ന ഒരു കാലഘട്ടത്തിൽ വരുന്നു. ഇവിടെ ഞാൻ ഒത്തിരി കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. നമ്മുടെ ഈ ടൗണിൽ കഴിഞ്ഞ ദിവസം ഞാൻ പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നപ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ വന്നിട്ട് തട്ടി വീഴാൻ തുടങ്ങി. മനുഷ്യൻ തട്ടി വീണ് അവിടെ കാലൊടിഞ്ഞാൽ ഇവരാരെങ്കിലും ഇതിന് സമാധാനം പറയോ? എന്താ അവിടെ സ്ലാബുകൾ ഇങ്ങനെ പൊങ്ങിത്താണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ആ ടൗണിന്റെ നടുക്ക് ഒരു പൂമ്പാറ്റയുടെ അവിടെ 2-3 സ്ലാബ് ഒടിഞ്ഞു കിടക്കുന്നു. ഈ മാന്യന്മാർക്ക് നാണമില്ല ഈ വഴിക്കൂടെ നടക്കാൻ. എന്താണ് സ്ലാബുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം? ഇവിടുത്തെ കുടിവെള്ള പദ്ധതി ഒന്ന് ആലോചിച്ച് നോക്ക്. തോടിലെല്ലാം മീൻ ചത്തുപോകുന്നു. തന്നെ ഇവിടെ തോട്, ആറ്, പുഴ, അതുപോലെ തന്നെ ആ തിരുവനന്തപുരത്തെ കടലിന്റെ തീരം ഒന്ന് പോയി നോക്കാം. അവിടെ മലിനമാ. ഇവിടുത്തെ പഞ്ചായത്തിലെ കാര്യം പറഞ്ഞു, ഇവിടുത്തെ പ്രശ്നം പറഞ്ഞേ. മേടിച്ചോ മൈക്ക് കൊടുത്തു. സ്ലാബും ഓടയും തമ്മിലുള്ള പ്രശ്നം. കാലുതൊട്ട് വീണു എന്ന് പറയും. അവിടെ ഒരു സ്ലാബ് പൂമ്പാറ്റയുടെ മുന്നിൽ ഒരു സ്ലാബ് ഒടിഞ്ഞു കിടപ്പുണ്ട്. അത് രാത്രിയിൽ ഏതോ ഒരു വണ്ടി കയറി ലോഡും വണ്ടി ഒത്തിരി ദിവസമായോ? അല്ല, കുറച്ചായി. ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ എങ്ങനെ താഴോട്ട് പോയിട്ടില്ല, ഇങ്ങനെ ഒടിഞ്ഞു നിൽക്കുകയാണ്. നമ്മളത് PWD ആണ്. PWD എയിനെ AXനെ ഈ കാര്യം നമ്മൾ രേഖാമൂലം പഞ്ചായത്തിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് ശരിയാക്കാന്നുള്ള ഒരു ചെയ്യും. ചെയ്തു തരാന്നാണ് പറഞ്ഞത്. അതിന്റെ ഓട ക്ലീനിങ് ഉണ്ട്. ആ ക്ലീനിങ് നടക്കുന്ന സമയത്ത് ഒരാൾക്കൂടെ ചോദ്യം ചോദിക്കാനുള്ള അവസരം തരികയാണ്. ഒരാൾക്ക് വളരെ ചുരുക്കി പറയാം. ആദ്യമായിട്ട് ഇപ്പോൾ ഈ കളിസ്ഥലത്തിന്റെ കാര്യമാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ എലഞ്ഞിയിലെ യുവാക്കൾ രാഷ്ട്രീയ ഭേദമന്യേ ഉന്നയിച്ച ഒരു കാര്യമാണ് ഞങ്ങൾക്കൊരു കളിസ്ഥലം. ഈ പഞ്ചായത്ത് ഭരണസമിതി 4 വർഷം ഭരിച്ചിട്ടും പഞ്ചായത്തിലെ ഒരു കളിസ്ഥലം എന്നുള്ളതിനെ പറ്റി ആലോചിക്കാതെ വന്നപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ടയാൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ ആലോചിച്ച് റോഷി അഗസ്റ്റിന് നേരിട്ട് നിവേദനം കൊടുക്കുന്നതിൻ്റെ ഫോട്ടോ ഇവിടെ മുഴുവൻ സോഷ്യൽ മീഡിയയിലും വന്നതാണ്. 3-ാം ദിവസം എൻ്റെ ഓഫീസിൽ, CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിലേക്ക് മന്ത്രിയുടെ ഒരു ഓർഡർ, നിങ്ങൾക്ക് ആ കളിസ്ഥലം ഉപയോഗിക്കാം, അതായത് MVIPയുടെ ആ കളിസ്ഥലം അനുയോജ്യമെങ്കിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് കൃത്യമായ ഓർഡർ. ആ ഓർഡർ പിറ്റേ ദിവസം സംസ്ഥാനത്തൊട്ടാകെ ഓർഡറായി ഇറങ്ങുകയാണ്. അതിൻ്റെ പിന്നാമ്പുറത്ത് പോയാണ് ഒരു JCB ആയിട്ട് ചെന്ന് അവിടെ ചെന്നിട്ട് ഞങ്ങളുടെ കളിസ്ഥലം എന്ന് പറയാൻ നാണമില്ല ഇവർക്ക്. മറ്റൊന്ന് പക്ഷേ ഭരണസമിതി ഉൾപ്പെടെ ആ ഭരണത്തിലുള്ള എല്ലാവരും ഒന്നിച്ച് നിന്ന് ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞു. ഫോട്ടോ ആർക്കും എടുക്കാം. അപ്പൊ അവർക്ക് സമ്മതമില്ലായിരുന്നു. അത് പരിശോധിക്കണ്ടേ? അതുപോലെ വന്നിട്ട് തീർന്നില്ല. ഞാൻ ചുരുക്കി പറയുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം. ആദ്യം തുടങ്ങിയത് എൻ്റെ വീടിന്റെ പരിസരത്താണ് ജലജീവൻ ടാങ്ക്. ആ ടാങ്കിന്റെ മോൾ ഭാഗത്ത് പോയി അവിടെ എൻക്വയറി നടത്തുമ്പോൾ ഞാനും ഉണ്ടാ കൂടെ. അന്ന് വന്ന് ഒരു എഞ്ചിനീയറും പറഞ്ഞില്ല ഈ സ്ഥലം ശരിയല്ല എന്ന്. ഇവർ ഏത് ടെക്നിക്കൽ സാക്ഷനാണ്, അല്ലെങ്കിൽ ആരുടെ പഠനത്തിന്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഇവിടെ പാടില്ല എന്ന് വെറുതെ വാക്കാൽ പറഞ്ഞാൽ പോരല്ലോ. അതുപോലെ തന്നെ അതിന്റെ മറ്റു കാര്യങ്ങൾ എല്ലാ മാസവും, അതായത് ഇതിന്റെ കൃത്യമായ അവലോകനം നടത്തണം. വാട്ടർ അതോറിറ്റി അടക്കം വന്ന് 1 മാസം പോലും ചെയ്തിട്ടില്ല എന്നുള്ളത് കുറ്റകരമായ അനാവസ്ഥയാണ്. ഇലഞ്ഞിയിലുള്ള ആളുകളെ വെറും മണ്ടന്മാരാക്കുന്ന അവസ്ഥ. മറുപടി ബഹുമാനപ്പെട്ട സതൻചേട്ടൻ പറഞ്ഞ കാര്യത്തിന് മറുപടിയുണ്ട്. ആരാണ് സർവേ നടത്തിയതെന്നും ആരാണ് തീരുമാനമെടുത്തതെന്നും ആരാണ് ഇതിന്റെ ഉത്തരവിന്റെ അടിയിൽ ഒപ്പിട്ടതെന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അത് ഇവിടുത്തെ ജലവിഭവ വകുപ്പാണ് ആ തീരുമാനം എടുത്തത്. അത് എലഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അല്ല എടുത്തത്. അവിടെ ആ സ്ഥലം ഫീസിബിൾ ആണ് എന്നുള്ള തീരുമാനം എടുത്തത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇതിന്റെ ചുമതലപ്പെട്ട വകുപ്പും ആ വകുപ്പിന്റെ അധികാരികളും തന്നെയാണ്. ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു ആക്ഷേപവും ഇല്ല. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു മെമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം, പ്രപ്പോസ് ചെയ്താൽ മാത്രം 32 കോടി രൂപയുടെ ജൽജീവൻ മിഷൻ പദ്ധതി ഇവിടെ വരും. ഇവിടെ കളിക്കളവുമായി ബന്ധപ്പെട്ട് ആരോപണ പ്രത്യാരോപണം ഉണ്ടായി. 13 മെമ്പർമാരും പോയി നിന്നാണ് കളിക്കളം ഒരുക്കിയെന്ന് പറഞ്ഞു.
എന്താ അതിൽ തെറ്റ്? എന്താണ് അതിൽ തെറ്റ്? ഈ ജലവിഭവ മന്ത്രിയുടെ ഉത്തരവും പ്രകാരം ആ കളിക്കളം എറിഞ്ഞ് ഗ്രാമപഞ്ചായത്തിനായിട്ട് ഈ പൊതുസ്ഥലം അനുവദിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഒന്നിച്ചു പോയത് എന്താ തെറ്റ്? അത് UDF മാത്രം വിട്ടു കൊടുക്കണം? അവിടെയാണ് ചോദ്യം. മന്ത്രിയുടെ ഉത്തരവും പ്രകാരം കിട്ടിയ സ്ഥലത്ത് ഞങ്ങൾ പോകണ്ടെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മാത്രം വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? മന്ത്രിയുടെ ഉത്തരവ് കിട്ടിയിട്ടില്ല. ആ ഉത്തരവിന്റെ കോപ്പി നാളെ ഞങ്ങൾ പുറത്തു ഫയൽ നമ്പർ സഹിതം ഇടണം. ഫയൽ നമ്പർ എത്രാമത്തെ ഫയലായിട്ടാണ് നമ്മുടെ സമയത്തിന്റെ ഒറ്റ ചോദ്യം. ഇവിടെ ഈ നിമിഷം വരെ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും വളരെ ലജ്ഞ തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം എലഞ്ഞി ഗ്രാമപഞ്ചായത്ത് 10 വർഷമായിട്ട് ഭരിക്കുന്ന UDF-ന് എടുത്തു കാണിക്കാൻ ഒരു വികസന പ്രൊജക്റ്റ് അവർക്ക് കാണിക്കുവാനുണ്ടോ? നമ്മൾ പോരാട്ടം എന്നുള്ള പേരിനെ ഞാൻ ബഹുമാനിക്കുകയാണ്. അവർ ചുമ്മാ കേരള സർക്കാരിൻ്റെ ഓരോ പദ്ധതികളെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞ നമ്മുടെ കളിസ്ഥലം നമ്മുടെ കുഞ്ഞുങ്ങൾ കളിച്ച് വളരേണ്ടതാണ്. കാരണം നമ്മൾ അവരെയാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. ഒരു പ്രോജക്റ്റായിട്ട് എടുക്കാനായിട്ട് ഒരു JCB വിളിച്ചുകൊണ്ട് വന്നിട്ട് മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ന് പറയുന്നതല്ലാതെ ഈ പഞ്ചായത്ത് ഭരണ നേതൃത്വം, ഞാൻ ഭരണ നേതൃത്വത്തെക്കുറിച്ചാണ് പറയുന്നത്, അവർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി അത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു യോഗ്യമായ ഒരു സ്ഥലമാക്കി കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നു. അതുപോലെ തന്നെ പട്ടയത്തെക്കുറിച്ച് പറഞ്ഞു. പട്ടയം ഉരുളിച്ചാലി കോളനിയുടെ പട്ടയം ഇവർ പഞ്ചായത്തിലോട്ട് സർക്കാരിൻ്റെ രേഖകൾ, സർക്കാരിൻ്റെ ഉത്തരവുകൾ വന്നപ്പം അതിനെ ഫോളോ ചെയ്തതാണ് പഞ്ചായത്ത് ചെയ്തത്. അത് സർക്കാരിൽ കൊടുത്തത് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ തന്നെയാണ്. ഈ പറയുന്ന ഒരു കാര്യങ്ങൾ പോലും അത് കുടിവെള്ളത്തിൻ്റെ ആയിക്കൊള്ളട്ടെ, അടിസ്ഥാന സൗകര്യ വികസനം. ഇപ്പം മുത്തോലവരം മുദ്ദേവർ ക്ഷേത്രം ഏറ്റവും പുരാതനമായ ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ മുമ്പിൽ നടന്ന ടാറിങ് പിറ്റേ ദിവസം പൊളിഞ്ഞുപോയി. 6 മാസങ്ങൾ കഴിഞ്ഞു. നമുക്കറിയാം ഒരു കോൺട്രാക്ടർ ഒരു പദ്ധതി ഏറ്റെടുത്താൽ ഒരു സെക്യൂരിറ്റിയൊക്കെ നമ്മുടെ പഞ്ചായത്തിൽ കൊടുക്കാറുണ്ട്. അതിന് ഒരു 6 മാസമായിട്ട് കണ്ണടച്ച് ജനത്തെ ആക്ഷേപിക്കുന്ന, അതായത് 4.5 വർഷം, ഈ 5 വർഷം ആ റോഡ് പൊളിഞ്ഞു കിടക്കുമായിരുന്നു. ടാർ ചെയ്തു പിറ്റേ ദിവസം അത് പൊളിയുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേരള ചരിത്രത്തിൽ ഇതുപോലൊരു? കാരണം കേരള സംസ്ഥാനത്ത് നമുക്കറിയാം ഏറ്റവും അവസാനത്തെ ഒരു പഞ്ചായത്തായിട്ടാണ് എലഞ്ഞി പഞ്ചായത്ത് വികസനത്തിൽ കിടക്കുന്നത്. അത് ന്യൂസ് പേപ്പറിൽ കണ്ട കാര്യമാണ്. അത് രേഖകളുടെയാണ്. രണ്ടാമത് എറണാകുളം ജില്ലയിലെ ഏറ്റവും അവസാനമാണ്. അതുപോലെ തന്നെ UDF പിറവത്ത് ഏറ്റവും നല്ല പഞ്ചായത്ത്, UDF-ന്റെ പഞ്ചായത്തുകൾക്ക് സമ്മാനം കൊടുക്കുകയുണ്ടായി 1, 2, 3. അതിലും ഏറ്റവും അവസാനം വന്നൊരു പഞ്ചായത്താണ് ഈ എലഞ്ഞി പഞ്ചായത്ത്. സോ നമ്മളിവിടെ ഇതിന്റെ ഒരു വികസനം നമ്മൾ എന്തിനൂടെ ചർച്ച ചെയ്യണം? ഒരു വികസനം പോലും ഇല്ലാത്ത എലഞ്ഞി പഞ്ചായത്തിന്റെ വികസനം ചോദിച്ചാൽ ഇതുപോലെ ഒരു പദ്ധതി ആവിഷ്കരിക്കാനോ ഒരു പ്രോപ്പറായിട്ട് അതിനെ ചിന്തിക്കുവാനോ ഒന്നുമില്ലാത്ത വെറും പൊള്ളയായ വാഗ്ദാനം കേരള സർക്കാരിന്റെ പ്രൊജക്ടുകൾ പറയാൻ മാത്രമാണ്. ഒരു ആ റോഡിന്റെ കാര്യത്തിന് മറുപടി. ആ ക്ഷേത്രത്തിന് മുമ്പിലെ റോഡ് തകർന്നതുമായി ബന്ധപ്പെട്ട് മൈക്ക് പറഞ്ഞോളൂ. പെട്ടെന്ന് സമയമില്ല. റോഡിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ഒറ്റ വാക്കിൽ തന്നെ മറുപടി പറയാം. ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ ഇപ്പൊ സംസാരിച്ചത് ബ്ലോക്ക് മെമ്പറാണ്. ആ ബ്ലോക്ക് മെമ്പറിന്റെ ഡിവിഷനിൽ പെടുന്ന റോഡാണ് ഇത്. ആ റോഡിലോട്ട് ഫണ്ട് ചോദിച്ചുകൊണ്ട് ആ വാർഡ് മെമ്പറായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബ്ലോക്കിലോട്ട് ഒരു ലെറ്റർ അയച്ചു. നമ്മൾക്ക് പഞ്ചായത്തിന് ആവശ്യമായ ഫണ്ടില്ല, നിങ്ങളുടെ ഫണ്ട് കൂടെ വിഹിതം കൂടെ തരണമെന്ന്. അന്ന് അവിടെ നിന്ന് കിട്ടിയ മറുപടി എന്നറിയോ? ഞങ്ങളുടെ രേഖ ഇരിപ്പുണ്ട്. ഈ റോഡിന് ഫണ്ട് അനുവദിക്കേണ്ടതില്ല എന്നുള്ള മറുപടി ഞങ്ങൾക്ക് കിട്ടിയത്. പരിഗണിക്കേണ്ടതില്ല എന്നുള്ള മറുപടിയായിട്ട് കേൾക്ക്, ഞാൻ പറയുന്നത് കേൾക്ക്. അതിനുശേഷം പഞ്ചായത്തിന്റെ പരിമിതമായ ഫണ്ട് ഉപയോഗിച്ച് ആ റോഡിന്റെ സൈഡ് ഇടിഞ്ഞത് ഞങ്ങൾ 4 ലക്ഷം രൂപ 4.5 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് വെച്ച് അതിന്റെ സൈഡ് കെട്ടുകയും ആ സൈഡ് കെട്ടിയതിനു ശേഷം ആ റോഡ് ടാർ ചെയ്യുകയും ചെയ്തു. ആ റോഡ് ടാർ ചെയ്തു. ആ റോഡ് പൊളിഞ്ഞു. അതിനകത്ത് ഞങ്ങൾ ആക്ഷേപം പറയുന്നില്ല. റോഡ് പൊളിഞ്ഞു. ഒരു പൈസ പോലും ആ കോൺട്രാക്ടർക്ക് ഞങ്ങൾ കൊടുത്തില്ല. 5 നയ പൈസ ആ കോൺട്രാക്ടർ. ആ റോഡ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പുനർനിർമ്മിച്ചതിന് ശേഷം മാത്രമേ പഞ്ചായത്തിന് ഫണ്ട് കൊടുക്കുള്ളൂ. അതിന്റെ പേരിൽ 5 പൈസ പോലും ഗ്രാമപഞ്ചായത്തിന് എലഞ്ഞിയിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഉത്തരമാണ് താങ്കൾ കൊടുത്തതെന്ന് പറയുന്നു. ഓരോ വർഷവും നമ്മുടെ കേരള സംസ്ഥാനത്ത് ഗ്രാമസഭകൾ കൂടാറുണ്ട്. പഞ്ചായത്ത് തലത്തിൽ, ബ്ലോക്ക് തലത്തിൽ, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ. അവിടെയാണ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്. ഇടയ്ക്ക് ഒരു ഫണ്ട് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇവരെ 76% ഫണ്ട് ലാപ്സാക്കിയ ഒരു ഫണ്ട് പോലും ഉപയോഗിക്കാത്ത ഈ പഞ്ചായത്ത് ഞങ്ങളുടെ ഫണ്ടുകൾ 100% ഈ 5 വർഷവും പാമ്പാക്കട ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രാമസഭകൾ, ആ ഗ്രാമസഭകളിൽ പഞ്ചായത്തിന് ഫണ്ട് വേണമെങ്കിൽ അതിന്റെ പ്രസിഡന്റ്, ഇവിടെയുള്ള മെമ്പർമാർ, അവരാണ് ഞങ്ങൾക്ക് പ്രപ്പോസ് തരേണ്ടത്. അത് വേണോ വേണ്ടിയോ എന്ന് ഞാൻ ചോദിച്ചതിന്റെ രേഖകൾ എന്റെ കയ്യിലുണ്ട്. ഞാൻ വേണേ പുറത്തു വിടാം. ഞാൻ പലവട്ടം പുറത്തു വിട്ടിട്ടുണ്ട്. ഇതുപോലെ ആക്ഷേപകരമായ മ്ലേച്ഛമായ രീതിയാണ് ഈ പഞ്ചായത്ത്. ഈ ബ്ലോക്ക് മെമ്പറെ പദ്ധതികളെല്ലാം എടുത്തു കഴിയുമ്പോഴേക്കും ഒരു ലെറ്റർ പാഡിൽ കുറെ ലിസ്റ്റ് ഇങ്ങോട്ട് എഴുതും. അതായത് പഞ്ചായത്ത് ചെയ്തതും
ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം എഴുതി കഴിയുമ്പോഴത്തേക്ക് ബ്ലോക്ക് മെമ്പറുടെ ലെറ്റർ പാഡിൽ എഴുതും. ലെറ്റർ പാഡിലാണോ തരണ്ടേ? അല്ല, ലെറ്റർ പാഡിൽ എഴുതിയിട്ട് പ്രോജക്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അതിനുശേഷം വാട്സപ്പിലൂടെ പ്രചരണം ചെയ്തിട്ട് ഞാൻ ഇതെല്ലാം ആവശ്യപ്പെട്ടു, പഞ്ചായത്ത് സമ്മതിക്കുന്നില്ല എന്ന് പറയാനും ഈ കുറുക്ക് വഴികളിലൂടെ ഇപ്പൊ പൈസ ചോദിക്കുമ്പോ തരത്തില്ല, എല്ലാം കഴിയുമ്പോ ഇപ്പൊ എനിക്കാണ് ഒരു ഇച്ചിരി പൈസ കയ്യിലുണ്ട്, പഞ്ചായത്ത് ഒരു അനുവാദം തന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ബഹുമാന്യനായ മെമ്പർ. റോഡിന്റെ കാശുണ്ട്, 2 ദിവസവും കൂടെ നിങ്ങൾക്കുണ്ട്. ഈ 2 ദിവസത്തിനുള്ളിൽ ആ കാശ് എടുത്ത് ആ റോഡ് റീടാർ ചെയ്യാൻ നടപടി ആ കാശ് അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് റീടാർ ചെയ്തേ. ചുമ്മാ ഇത് ഞങ്ങൾ നിങ്ങൾക്ക് 2 ദിവസം റോഡ് ഞാൻ മെമ്പർ പറഞ്ഞാൽ നിർദ്ദേശിക്കുന്ന അല്ല റോഡ്. അത് മഴയുടെ സാഹചര്യം കോൺട്രാക്ടറും പെർമിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ. അതായത് ആ റോഡ് ഇനി പൊളിഞ്ഞു പോകാൻ പറ്റത്തില്ല. പൈസ ഉണ്ട്, ആലപ്പാട്ടുകളുടെ ദൃശ്യ പോരാട്ടത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സമയത്തിന് വരെ താങ്കളിലേക്ക് വരാം. അടുത്ത 5 വർഷക്കാലം BJPക്ക് ഈ പഞ്ചായത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി എലഞ്ഞിയിൽ അധികാരത്തിൽ വന്നാൽ ഉറപ്പായിട്ടും ഞങ്ങൾ എലഞ്ഞി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഏറ്റവും പ്രധാനമായിട്ട് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് എലഞ്ഞി ഗവൺമെൻറ് ആശുപത്രിയുടെ നിലവാരം ഉയർത്തിക്കൊണ്ട് കിടത്തി ചികിത്സ ആരംഭിക്കാനുള്ള നടപടിയെടുക്കും. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഇവിടുത്തെ 2 മുന്നണികളുടെയും കഴിവില്ലായ്മയും കെടുകാര്യസ്ഥതയും മൂലം തകർന്നു കിടക്കുന്ന പഴം പച്ചക്കറി നിർമ്മാണശാല പുനരുജ്ജീവിപ്പിക്കാനും അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടിയെടുക്കും. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കളിക്കളവുമായിട്ട് 2 മുന്നണികളും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചു. നമ്മൾ ഇവിടുത്തെ കേന്ദ്രമന്ത്രിമാരുടെ സഹായത്തോടെ ഇവിടെ സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള നടപടിയെടുക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയങ്ങൾ, നമുക്കറിയാം ഈയിടെ വലിയ വിവാദമുണ്ടായിട്ടുള്ള PM ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികളിലേക്ക് നമ്മുടെ വിദ്യാലയങ്ങളെ കൊണ്ടുവരുവാനും അതുവഴി കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക, അതോടൊപ്പം തന്നെ അവർക്ക് വിനോദയാത്രകൾ ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിൻ്റെ ചെലവിൽ ചെയ്തു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ ഇപ്പോൾ ഉന്നയിച്ച റോഡിൻ്റെ പ്രശ്നം, ഭാരതീയ ജനതാ പാർട്ടിയാണ് ആ റോഡ് നിർമ്മാണത്തിലെ അഴിമതിക്കെതിരായിട്ട് പ്രത്യക്ഷ സമരരംഗത്തേക്ക് കടന്നു വന്നത്. അതിനുശേഷമാണ് മറ്റ് മുന്നണികൾ പ്രതികരിച്ചത്. സമഗ്രമായ ഒരു വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. ആ റോഡിന്റെ അതിൻ്റെ അകത്ത് ഇവർ പറയുന്നതിന്റെ അപ്പുറം ഫണ്ട് നിലവിൽ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആ റോഡിന്റെ നിർമ്മാണം തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കണം. അതിന്റെ അകത്ത് വ്യക്തമായ അഴിമതി നടന്നിട്ടുണ്ട്. അത് മഴയിൽ പോയതല്ല, അത് നിർമ്മാണത്തിലുണ്ടായ അഴിമതിയുടെ ഭാഗമായി. വ്യക്തമാണ്. അടുത്ത 5 വർഷം LDF അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങളായിരിക്കും എലഞ്ഞി ഗ്രാമപഞ്ചായത്തിനായി നൽകുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ന് കേരളത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും, ഇവിടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞല്ലോ, പുള്ളി എന്നാ പുള്ളി ഞങ്ങൾക്ക് കിട്ടിയ ഫണ്ട് ഞങ്ങൾ ഇത്ര ലക്ഷമൊക്കെ ചിലവഴിച്ചു, അതൊക്കെ ചെയ്തു, ഇതൊക്കെ ചെയ്തു. ഇത് ചെയ്യാനൊരു പഞ്ചായത്ത് സമിതി വേണമെന്ന് ഇപ്പോഴത്തെ പുതിയ പഞ്ചായത്തി രാജ് നിയമം വന്നതിന് ശേഷം വേണ്ട. ഗവൺമെൻറ് കോടിക്കണക്കിന് രൂപയും കൊടുക്കുന്നുണ്ട്. അത് വീതിച്ചു കൊടുക്കുവാനുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ വലതുപക്ഷ മുന്നണിയുടെ ജനപ്രതിനിധികൾ ഈ പഞ്ചായത്തിന്റെ ട്രെയിനിങ്ങിലോ കാര്യങ്ങൾക്കോ ഒന്നും കീഴയിലൊന്നും പോകുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്താതെ പോയത്. ഇവിടെ പറയുന്നത് പഴം പച്ചക്കറി, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ് അത് പണി പൂർത്തിയാക്കിയത്. ഇവിടെ കളിസ്ഥലം അതിന് അനുവാദം തന്നത്. അടുത്ത 5 വർഷം എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? നിരന്തരമായ വികസന പ്രവർത്തനങ്ങൾ. എനിക്കൊറ്റ വാക്കേ പറയാനുള്ളൂ. വയനാട്ടിലെ മേപ്പാടി ചുരം ഉദ്ഘാടനം ചെയ്തപ്പോൾ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയോടൊപ്പം നിന്നുകൊണ്ട് തലശ്ശേരിയുടെ ആദരണീയനായ ബിഷപ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് 25 വർഷം മുന്നേ ചെയ്യേണ്ടതായിരുന്നു. മുന്നണികൾ പലതും മാറി. വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ മേപ്പാടി പാലത്തിന് അവിടെ നിന്ന് ആരംഭിക്കുന്ന ചുരത്തിന് തുടക്കം കുറിക്കുമ്പോൾ പിണറായി വിജയനെ പോലെ
തടസ്സങ്ങളെ മാറ്റി വികസന പ്രവർത്തനങ്ങളെ കൊണ്ടുവരുന്ന മുന്നണി അധികാരത്തിൽ വരണമെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട റെജിമിയോസ് ഇഞ്ചിയാനിക്കൽ എന്ന് പറഞ്ഞ തലശ്ശേരിയുടെ പിതാവാണ്. ആ പിതാവിൻ്റെ വാക്കുകൾ എടുത്തുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ കേരളത്തിലും ഇലഞ്ഞിയിലും വലിയ വികസന പ്രവർത്തനങ്ങൾ. ഇപ്പൊ കൂരുമല ടൂറിസം കൊണ്ടുവന്നോ? ഞങ്ങൾ കൊണ്ടുവന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു രൂപ അവിടെ മുടക്കുവാൻ കഴിഞ്ഞില്ല. സമഗ്രമായ വികസനത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട്. വീണ്ടും ഒരു തുടർഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ UDF-ന് എന്തൊക്കെയാണ് ഇതുവരെയും ചെയ്യാത്ത വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്? എത്രമാത്രം ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഭരണസമിതി ഇലഞ്ഞിയിൽ വന്നാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ നിലപാടുകളിൽ മറികടന്നുകൊണ്ട് ഇലഞ്ഞിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് നിരവധിയായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് ആദ്യമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കൂവി തോപ്പിക്കാം അല്ലെ പേടിപ്പിക്കാം എന്നൊന്നും കരുതി കൂവി തോപ്പിക്കാം എന്ന് പറഞ്ഞാൽ പ്ലൈവുഡ് കമ്പനിക്ക് സ്ഥലം മേടിച്ചു കൊടുത്ത് നമ്മൾ അടുത്ത 5 വർഷത്തേക്ക് എന്തൊക്കെ ചെയ്യും? പ്ലീസ് നിങ്ങൾക്ക് സമയം തന്നാലേ നമുക്ക് സമയം തന്നാലേ പറയൂ. താങ്കൾ പറഞ്ഞോളൂ. അല്ലല്ല, സോഷ്യൽ മീഡിയയിൽ കൂടെ അവിടുത്തെ കമ്പനിയോട് ചെന്ന് കാര്യങ്ങൾ നമ്മളെല്ലാവരും അടുത്ത 5 വർഷം അരിയാഹാരം കഴിക്കുന്ന എല്ലാവരും അടുത്ത 5 വർഷം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അടുത്ത 5 വർഷം ഇവിടെ പറഞ്ഞല്ലോ കൂരുമല ടൂറിസത്തിൽ അത് കഴിഞ്ഞതിന് ശേഷം 1 രൂപ പോലും മുടക്കിയിട്ടില്ലെന്ന്. ബഹുമാനപ്പെട്ട ടോമിച്ചേട്ടൻ ആ കൂരുമലയിലോട്ടൊന്ന് വന്ന് നോക്കണം. അവിടുത്തെ കൂരുമല ആ ടവർ ഇലക്ട്രിഫിക്കേഷൻ നടത്തി അവിടുത്തെ ലൈറ്റുകൾ സ്ഥാപിച്ചത് ഈ ഭരണസമിതി വന്നതിന് ശേഷം. അവിടെ ടോയ്ലറ്റ് സ്ഥാപിച്ച് ഈ ഭരണസമിതി വന്നതിന് ശേഷം. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ കൂരുമലയിൽ ടൂറിസവുമായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ ഇനി എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇനി കൂരുമല ടൂറിസത്തിൽ നമ്മൾ ഗവൺമെന്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് ആ ടൂറിസം മേഖലയെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. അതോടൊപ്പം കൂരുമലയുടെ ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഇലഞ്ഞി നെല്ലൂരുപാറ റോഡിന്റെ വികസനം നമ്മൾ മുന്നോട്ട് വെച്ചത്. ഇന്ന് അവിടെ ഒരു BMBC റോഡ് എന്ന രീതിയിൽ MLA-യുടെയും ഈ സർക്കാരിന്റെയും പ്ലീസ് മറുപടി പറയട്ടെ, പെട്ടെന്ന് സമയമില്ല, നമുക്കിപ്പോ നിർത്തണം. അതുകൊണ്ടാണ് പ്ലീസ് പറയൂ. ഇലഞ്ഞി നെല്ലൂരുപാറ PWD റോഡില് കുഴി ഉണ്ടായിരുന്നപ്പോൾ ഒരു ഫ്ലെക്സ് വെച്ചോ. അടുത്ത 5 വർഷം എന്ത് ചെയ്യും? അത് പറ പ്ലീസ്. നിങ്ങൾ സംസാരിക്കാതെ ഇലഞ്ഞി നെല്ലൂരുപാറ PWD പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ടി വരും. വൈസ് പ്രസിഡന്റിന്റെ MLA-യുടെയും കട്ടൗട്ടാ. റോഡ് പണി തീർന്നപ്പോ ഇവർ വെച്ച ആരെയാണെന്നറിയോ? അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ്. അത് പോട്ടെ. എന്ത് ചെയ്യും? ബാക്കി എന്ത് കാര്യങ്ങള്? റോഡിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ എലിഞ്ഞിയെ ബാധിക്കുന്ന കാർഷിക മേഖലയുടെ ആ വികസനത്തിന് വേണ്ടിയിട്ട് നിരവധിയായ പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് ചെയ്യും. അതോടൊപ്പം ഇവിടെ പറഞ്ഞല്ലോ വികസനത്തിന്റെ കാര്യം. കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, ട്രില്ലർ വന്നപ്പോൾ എതിർത്തു, ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു. ഇതിനെല്ലാം എതിർത്തവര് ഇപ്പോൾ വികസനവുമായിട്ട് വന്നിരിക്കുകയാണ്. ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ ആലപ്പാട്ട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ഇവിടെ സമാപിക്കുന്നു. പങ്കെടുത്ത പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും നന്ദി. അടുത്ത ഗ്രാമപഞ്ചായത്ത് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.